എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി പുതിയൊരു വർഷത്തെ കൂടി വരവേൽക്കാൻ തയ്യാറാവാം. അല്ലെ, തയ്യാറാവാനില്ല, നമ്മൾ റെഡി ആയി തയ്യാറായി കഴിഞ്ഞ് നിൽക്കുന്നു, വരവേറ്റാൽ മതി. ശുഭപ്രതീക്ഷയോടുകൂടി പുത്തൻ പ്രതീക്ഷയോടുകൂടി പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചില്ലേ? വെച്ചു അല്ലെ? വെച്ചു തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, നമ്മൾ വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇനിയുള്ള ഓരോ പേജുകളും എഴുതിക്കൊണ്ടു പോകണോ, എഴുതിയത് വായിച്ചു കൊണ്ടുപോകണോ എന്നുള്ളത്, എഴുതിയതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടുപോകണോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത്. ഈ ക്ലാസ്സിൽ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ ദിനേശ് സാറിന്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾ ആദ്യം എടുക്കേണ്ട തീരുമാനം, ഇനിയുള്ള കാലങ്ങൾ നിങ്ങൾ എഴുതി വെച്ച പുസ്തകത്താളിലൂടെ നോക്കി വായിച്ച് അതിനെ പഠിച്ചു കൊണ്ടുപോകാനാണോ അല്ലാതെ പുതിയത് എഴുതി ചേർത്ത് കൊണ്ടുപോകാനാണോ ഉദ്ദേശം എന്നുള്ളത് ഒന്ന് തീരുമാനിക്കുക. അതാവട്ടെ ആദ്യത്തെ തീരുമാനം. അങ്ങനെ പുതിയത് എഴുതിക്കൊണ്ട് പോകാനാണ് താല്പര്യമെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക. പുതിയത് അല്ല, ഞാനായിട്ട് എഴുതിയത് ചെയ്ത് പോകാനാണ്, ചേരുംപടി ചേർത്ത് പോകാനാണ് താല്പര്യമെങ്കിൽ റെഡി എന്ന് കമന്റ് ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾക്ക് തീരുമാനിക്കാം. തീരുമാനം നിങ്ങളുടേതാണ്. ചേരുംപടി ചേർത്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ താല്പര്യമെങ്കിൽ റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം എഴുതി വെക്കണം, പിന്നെ ചേരുംപടി മാത്രമേ ചേർക്കല്ല. വാക്ക് എനിക്ക് ചേരുംപടി ആദ്യം കിട്ടിയില്ല, അതാണ് തപ്പിപ്പോയത് കേട്ടോ. ചേരുംപടി ചേർക്കാനാണെങ്കിൽ റെഡി ആവുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സുധാകുമാരിയിലേക്ക് വരാൻ ഞാൻ പറഞ്ഞതിന്റെ അന്തസത്ത നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകമാണോ ഉണ്ടാവുക? അല്ല, നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങളുടെ ജീവിതം ഇതുപോലുള്ള പുസ്തകമായിരിക്കുമോ അല്ല ഇതുപോലുള്ള പുസ്തകമായിരിക്കുമോ? ഈ തീരുമാനം നിങ്ങളുടേതാണ്. കുറച്ചും കൂടി ഡീപ്പായിട്ട് പറഞ്ഞല്ലോ, ആകെ കൺഫ്യൂഷൻ ആയോ? ഇല്ല, ഒന്നുമില്ല. ഇനിയുള്ള ജീവിതം എഴുതി തയ്യാറാക്കി വെച്ച പ്രകാരം ചേർത്ത് പോകാനാണ് റെഡി ആവാൻ പറഞ്ഞത്. ഓക്കെ, റെഡി ആണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് എന്തൊക്കെയോ ഹാപ്പി ന്യൂസ് പറയാണ്ടെന്ന് പറഞ്ഞു. അവർക്കുള്ള സമയമാണ്. 21,000 സംതിങ് രൂപ കിട്ടിയെന്ന് ഒരാൾ പറയുന്നു. ഉള്ളവർ പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യാനുള്ള സമയമായി. ഓരോരാളായിട്ട് അൺമ്യൂട്ട് ചെയ്യുക. ആരൊക്കെയോ നേരത്തെ പറഞ്ഞു. സാർ അൺമ്യൂട്ട്, യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻസ്. താങ്ക് യു. ഗുഡ് ഈവനിങ്. അജിത പറഞ്ഞു. അജിത സാർ, ഞാൻ സാറിന്റെ ക്ലാസ് 11 മണി വരെ കണ്ടിരുന്നു, യൂട്യൂബ് ക്ലാസ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നൊരു 10,000 രൂപ ബാങ്കിൽ അടക്കം വേണ്ടിട്ട് ഞാൻ സാറിന്റെ ക്ലാസ് ഒരാളെ വിളിച്ച്, അപ്പോ അവര് അന്നേരത്തൊന്ന് റിപ്ലൈ പറഞ്ഞിട്ട്, പക്ഷെ ഇന്ന് രാവിലെ 10:15 എനിക്ക് പൈസ എത്തിച്ചെന്ന് കിട്ടി. അത് തിരിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് അറിയില്ല, പക്ഷെ എന്നാലും എനിക്ക് കിട്ടി. കാര്യം നടന്നോ? അന്നേരത്തെ കാര്യം നടന്നു അല്ലെ? ഓക്കെ സർ. അന്നേരത്തെ കാര്യം നടന്നു. നമുക്ക് കാര്യം നടന്ന് പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടും. സമയമുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ഇനി സാർ അതിനാവശ്യമായ കാശ് ഉണ്ടാക്കാനുള്ള ശ്രമം മറക്കരുത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മൾക്ക് ലോൺ എടുക്കുന്നതോ കടം മേടിക്കുന്നതോ അല്ല വിഷയം. അതിന് തിരിച്ചു കൊടുക്കാൻ നമ്മൾ പ്രവർത്തിക്കാത്തതാണ്, പരിശ്രമിക്കാത്തതാണ് യഥാർത്ഥ വിഷയമെന്ന് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞു. വാങ്ങിച്ചോളൂ, തിരിച്ചു കൊടുക്കണം. അത് കൊടുക്കാനുള്ള എനർജി നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളത് ദേവി നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ ഇവിടെ വേറെ ഒരു മിറാക്കിളും സംഭവിക്കില്ല എന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കണം. പൈസയാണ്, അതിന് നല്ല രീതിയിൽ തന്നെ പോവുക. തൽക്കാലം നമ്മുടെ കാര്യം ചെയ്തു, തഥാസ്തു, ദൈവത്തിന് സ്തുതി. ഇനി അതിനെ കൊടുക്കാനുള്ള വഴികൾ ഇന്ന് തന്നെ ആലോചിക്കുക. ഇന്ന് നാളെയും വീഡിയോ കാണുക, നാളെയും മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഒരാഴ്ചയോളായി സാറിന്റെ വീഡിയോ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തതും മെഡിറ്റേഷനും ചെയ്യലുണ്ട്. അപ്പൊ അതിന് മാത്രം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. അടുത്ത ആള് അൺമ്യൂട്ട് ചെയ്തോ? ബിന്ദു ജയദേവന അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അതെ. എനിക്ക് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഞാൻ സാറ് പറഞ്ഞത് ചെയ്തു. 6 മണിയായപ്പോ 2,000 രൂപ എന്റെ അക്കൗണ്ടിൽ വന്നു. പിന്നെ എന്റെ മോള് ഇന്നലെ ക്ലാസ് കേട്ടു, എന്റെ ഒപ്പം നിന്ന് ക്ലാസ് കേട്ടു. അവള് ഗിഫ്റ്റ് ഹാമർ ചെയ്യുന്നുണ്ടായിരുന്നു, ഹാമറിന്റെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
ഗിഫ്റ്റ് ഓർഡർ. അപ്പോ അവളത് കേട്ട് എന്റെ ബുക്കിൽ തന്നെ അവൾ എഴുതി വെച്ചു അവൾക്ക് ഇന്ന് ഓർഡർ കിട്ടണം എന്നുണ്ട്. 10 ഓർഡർ വരണം എന്നാണ് ആള് എഴുതിയത്. പക്ഷെ രാവിലെ തന്നെ ഒരു ഓർഡർ രാവിലെ വന്നു, ഉച്ചക്ക് രണ്ടാമത്തെ ഓർഡർ. ഇത് എങ്ങനെ സംഭവിച്ചു അമ്മേന്ന് ആള് ചോദിക്കുന്നു. ഭയങ്കര അത്ഭുതമായിട്ട്. ആൾക്കൊന്നും ഇതുവരെ ഓർഡർ വരാതെ ഇരിക്കുകയായിരുന്നു. 2-3 ഓർഡർ വന്ന ആള് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അമ്മ ചെയ്യണമെന്ന് ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആള് ചെയ്തതാണ്. വളരെ സന്തോഷം. വെരി ഗുഡ്, വെരി താങ്ക് യു ഗുഡ്, സാർ. താങ്ക് യു, വെരി ഗുഡ്. താങ്ക് യു. അങ്ങനെ 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 എല്ലാവരിലും ആവട്ടെ, എല്ലാവരും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കട്ടെ അതെ, എന്നുള്ളതാണ് അതെ, അതെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുക, നല്ലത് അതെ. മാത്രം സംഭവിക്കാവൂ, ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ള സത്യം അറിയുക. അതിനുവേണ്ടി ശ്രമിക്കട്ടെ. തഥാ. താങ്ക് യു വെരി മച്ച്. ഐ ഗോട്ട് 2300 rupees, സ്നേഹലത. എനിക്ക് പ്ലാൻ വരയ്ക്കുന്ന വർക്ക് കിട്ടി. ഇന്ദുലേഖ പറഞ്ഞോ പറഞ്ഞോ കേട്ടോ. ആരാ? സുഭാഷിണിയ? ആരാ പറയുന്നത്? ആരാ? സാറേ, ഞാൻ മാനിഫെസ്റ്റ് 2-3 മാസം കൊണ്ട് സാറിന്റെ ക്ലാസ് കാണുന്നുണ്ട്. പക്ഷെ മാനിഫെസ്റ്റ് ചെയ്തിട്ടൊന്നും എനിക്കൊട്ടും എന്റെ മനസ്സിലോട്ടൊന്നും വരുന്നില്ല. കാണാൻ സാധിക്കുന്നില്ല, ഒന്നും വരുന്നുമില്ല. ഞാൻ 1.5 ലക്ഷം രൂപ ഒരാൾക്ക് എനിക്ക് തരാനുണ്ട്. അതിനെപ്പറ്റി ഞാൻ എഴുതിയും വെച്ച് ഇന്ന് കിട്ടും, ജനുവരി 30 ഡിസംബർ 30 കിട്ടുമെന്ന് എഴുതി വെച്ചു. പക്ഷെ അതിനെപ്പറ്റി വരാനിപ്പോൾ കിട്ടുന്നില്ല. എനിക്ക് ഇച്ചിരി ഒന്നും കടമുണ്ടായിരുന്നു. കിട്ടിയില്ല. എന്റെ ഒരു 8 ലക്ഷം രൂപ കിട്ടാനും വഴിയുണ്ട്. അതിനെപ്പറ്റി ഒന്നും കിട്ടിയില്ല സാറേ. ഞാൻ മറുപടി പറയണോ? ഇവിടെ ഏറ്റവും ക്ലാസ്സിൽ അങ്ങോട്ട് പങ്കെടുക്കുന്ന പ്രായോഗികം ആകുന്നില്ല. ശരി, ഇതിന് മറുപടി ഞാൻ പക്ഷെ പറയണോ? ക്ലാസ്സിൽ എന്റെ ക്ലാസ് പങ്കെടുക്കുന്നൊക്കെ ഉണ്ട്. ശരി, മനസ്സിലായി. ഓക്കെ, ഇതും നമുക്ക് കേൾക്കേണ്ട കാര്യം തന്നെയാണ്. താങ്ക് യു. ഇതിന് മറുപടി ഞാൻ പറയണോ? എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പറയൂ. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നത്? ഞാൻ 1111 രൂപ കൊടുത്ത് 7 ഡേയ്സ് മിറാക്കിളിൽ ചേർന്നതാണ്. 1115 രൂപ കൊടുത്ത് 10 days മിറാക്കിളിലും ചേർന്നതാണ്. എന്നിട്ട് എന്ത് പഠിച്ചു നിങ്ങൾ അവിടുന്ന്? മനസ്സിന്റെ മാലിന്യങ്ങൾ മാറ്റാൻ ഇപ്പൊ പഠിച്ചു, കുറെയൊക്കെ ശ്രമിച്ചു, പോകുന്നുണ്ട്. എന്നാലും മനസ്സിൽ അങ്ങോട്ട് പോകുന്നില്ല. അത് മുന്നോട്ട് വരികയാണ്. മറന്നു വിട്ടു. മനസ്സിലെ മാലിന്യങ്ങൾ ഉണ്ട് നിങ്ങൾ പഠിച്ചോ? പഠിച്ചു. അത് നിങ്ങളിൽ ഉണ്ട് എന്ന് പഠിച്ചല്ലോ. പഠിച്ചു. എനിക്കത് മാറ്റിയല്ലേ വേണ്ടു. ശ്രമിക്കും. അല്ല, ആ ക്ലാസ്സിൽ അത് എങ്ങനെ പോകണമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് കളയുക. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി എന്താണെന്നറിയില്ല. അല്ല, അതാണ് പറഞ്ഞത്. ആ പഠിച്ചത് മാത്രം മതി, പ്രാക്ടീസ് ചെയ്യണ്ടേ? എന്തിനാ പഠിച്ചത്? ചെയ്യുന്നുണ്ട് സാറേ. ചെയ്യുന്നത് ആയില്ലേ സാറേ? തിരക്കില്ല. 10-60 വർഷമായിട്ട് കിടക്കുന്ന സാധനല്ലേ അത്. ഒരു ദിവസം 10 ദിവസം അല്ലെങ്കിൽ 4 ദിവസം 5 ദിവസം. ഒരു മിനിറ്റ് കേൾക്കുക. 4-5 ദിവസം ഇപ്പൊ 10-60 വർഷമായി കിടക്കുന്ന സാധനം 4-5 ദിവസം കൊണ്ട് ദിനേശ് സാർ വിളിച്ചിട്ട് ദിനേശ് സാർ ഒരു ക്ലാസ് തന്നു കഴിഞ്ഞാൽ മാറുമോ? അങ്ങനെ പെട്ടെന്ന് പോവോ? അങ്ങനെ പോവില്ല. അങ്ങനെ പോവാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കൂടെ? എനിക്കിപ്പോ നിങ്ങളെയൊക്കെ നാളേക്ക് നിങ്ങളെല്ലാവരും ലക്ഷപ്രഭുക്കളാക്കിക്കൂടെ? എന്നാ പിന്നെ എനിക്കായിക്കൂടെ? അങ്ങനെ പറ്റുമോ? എന്നാ പിന്നെ എനിക്ക് നാളെ ഇതൊക്കെ ഈ ക്ലാസ് ഒക്കെ നിർത്തിയിട്ട് എനിക്കൊരു 15 കോടി രൂപയോ 25 കോടി രൂപ സമ്പാദിച്ചിട്ട് എനിക്ക് സുഖമായിട്ട് ജീവിച്ചാൽ പോരെ? അങ്ങനെ പറ്റുമോ? അങ്ങനെയൊന്നും ലൈഫ് നടക്കൂല. നിങ്ങൾ അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. ലൈഫ് ഈസ് എ പ്രോസസ് ആണ്. ജീവിതം ഒരു മിനിറ്റ്. ജീവിതം എപ്പോഴും ഇങ്ങനെ പോകും. ഇതിനനുസരിച്ച് നമുക്ക് മാറ്റപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ ജീവിതം ശരിയാക്കി എടുക്കാൻ പറ്റില്ല. അത് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഇതിനെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മൾ മാറ്റപ്പെടുകയും വേണം. എങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് ഇനി കൂടി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നടക്കും കേട്ടോ. അതേ ക്ലാസ്, വേറെ കോഴ്സ് ഒന്നും വേണ്ട. നിങ്ങൾ അതിൽ തന്നെ പഠിപ്പിച്ചതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മതി. പൂർണ്ണമായി വിശ്വസിക്കുക, അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് ഇവർക്കൊക്കെ ലഭിക്കുന്നത് കേട്ടോ. ഒന്നും ചിന്തനം വേണ്ട, നിങ്ങൾ അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്തോ കേട്ടോ. അടുത്ത ആൾ പറഞ്ഞോ. ഞാൻ പറയട്ടെ ഒരു കാര്യം. ബിന്ദു ചെയ്ത് പറഞ്ഞു. അതെ, ഞാൻ ഒരു കാര്യം വിട്ടുപോയി. അത് മെയിൻ കാര്യമാണ്, ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇന്ന് ഞങ്ങക്ക് ലോൺ 3 അടവ് ഞങ്ങക്ക് അടയ്ക്കാൻ പറ്റിയിരുന്നില്ല. മോൻ ആർക്കിടെക്ചറാണ്. അപ്പൊ അവന്റെ ബിസിനസിന് വേണ്ടി എടുത്തതാണ്. അവനൊത്തിരി ഡിലേ വന്നു. ആരും വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് പൈസ കൊടുത്തിരുന്നില്ല അവന്. ഞാൻ
അപ്പൊ ഇന്ന് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് എന്റെ മോൻ പറഞ്ഞു, അമ്മ അന്ന് അവര് ജപ്തിന്നൊക്കെ പറയുന്ന അമ്മേന്ന് പറഞ്ഞു. നീ സമാധാനപ്പെട്, ശരിയാവും. ഞാൻ IR5 ദിസ് സിറ്റുവേഷൻ അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ പേരിലാണ് എടുത്തത്. അപ്പൊ എനിക്ക് ഇതിന്റെ മെസ്സേജ് വരുന്നത് 50,000 അടച്ച്, അവൻ 25,000 അടച്ച്, പിന്നെ 15,000 അടച്ച് ക്ലോസ് ചെയ്ത് അവന്റെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ 3 അടവും അവൻ ക്ലിയർ ആക്കി വൈകുന്നേരം ആയപ്പോഴേക്കും. ആഹാ, അത് ക്ലോസ് ചെയ്തു. ഭയങ്കര ഒരു ഇനി മുന്നോട്ട് അടയ്ക്കാനുണ്ട്, പക്ഷെ നമുക്ക് ഡിലേ വന്നത് അവൻ ക്ലോസ് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. സന്തോഷം. എത്രയും പെട്ടെന്ന് അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അടച്ചിട്ട് റെഗുലൈസ് ചെയ്യാൻ നോക്കുക. അതെ, എന്നിട്ട് നേരെ അവന് വർക്ക് ഉണ്ട് സാറേ, വർക്ക് വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും നമ്മൾ അറിയണവരാകുമ്പോ അവന് മാസം 30,000 രൂപയാണ് അവന്റെ ഒരു വർക്കിന് അവൻ മേടിക്കുന്നത്. ഏറ്റവും കുറവാണ് അവൻ മേടിക്കുന്നത് പറയുന്നത്. എന്നിട്ട് അത് തന്നെ മറ്റുള്ളവർക്ക് തരാൻ എന്തോ ഒരു വർക്ക്, വീട് പണി ഇങ്ങനെ കഴിയണം. എല്ലാവരും വീട് പണി കോൺട്രാക്ടർ ആണ്. നമ്മുടെ പുതിയ ക്ലാസ് ആർക്കിടെക്ചർ, നമ്മുടെ പുതിയ ക്ലാസ് വരുന്നുണ്ട്, ബിസിനസിന്റെ ക്ലാസ് വരുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ പറയും. കുറെ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. ഒരുപാട് ആർക്കിടെക്ചർമാർ, കോൺട്രാക്ടർമാർ നമ്മുടെ കൂടെ ഉണ്ട്. അവരോട് ചേരാൻ പറയും കേട്ടോ. നമുക്ക് അത് ബിസിനസ് മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ് ഉണ്ട്. ഇതല്ലാതെ എന്റെ പ്രധാന മേഖല ബിസിനസ് ആണല്ലോ. അപ്പൊ അത് പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കും വേറെ ആർക്കും എന്താ ശാന്തികുമാരി പറയാൻ പറഞ്ഞോ. സാറ് ചെറിയൊരു കാര്യമാണ്, എന്നാലും അത് പറയാതെ പറ്റില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കടയിൽ പോയപ്പോ പടുവലങ്ങ വാങ്ങിയിട്ട് കടയിൽ ഓർമ്മയില്ലാണ്ട് വെച്ചിട്ട് വന്നു. എനിക്കത് പറ്റിയില്ല, കിട്ടിയില്ല. അപ്പൊ ഇന്ന് ഞാനിങ്ങനെ വിചാരിച്ചു പച്ചക്കറി വാങ്ങിക്കുമ്പോ ഈശ്വര പടുവലങ്ങ കിട്ടിയത്തിരി തോരൻ വെച്ച് തിന്നാണ്. സത്യത്തിൽ സാധനം ഇവിടെ വന്നപ്പോ അതിൽ പടുവലങ്ങ ഇരിക്കുന്നു സാറേ. ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കാത്ത ഒരു കാര്യം അത് നടന്നു. പിന്നെ വേറൊരാളുടെ അടുത്ത് ഞാൻ ഇത്തിരി പൈസന്റെ കാര്യം ചോദിച്ചപ്പോ എനിക്ക് അവര് പറഞ്ഞു 10 പവൻ തരാ, കൊണ്ടുപോയി പണയം വെച്ച് കാര്യങ്ങളൊക്കെ നടത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ എന്താ അതിന് പറയാന്ന് എനിക്കറിയില്ല. അവരിനോട് താങ്ക്സ് പറഞ്ഞു. സ്വർണം എനിക്ക് വേണ്ട, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് താങ്ക് യു പറഞ്ഞു. അവരിനോട് നന്ദി പറഞ്ഞു. അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. അത് ഞാൻ കൃത്യമായി പടവലങ്ങാൻ നല്ല കാര്യത്തിൽ കേൾക്കട്ടെ. അത് സന്തോഷം വരുന്ന കാര്യം. രണ്ടാമത് പറഞ്ഞ അതിനേക്കാൾ അടിപൊളിയാണ്. നമുക്കത് വേണ്ട, എങ്ങനെയെങ്കിലും നമുക്ക് ഒപ്പിച്ചു പോകാം. അത് ബാധ്യതകൾ പോകാതെ മറ്റുള്ളവർക്ക് ഒരു ഇതില്ലാതെ കാര്യങ്ങൾ നടന്നു പോയി ഭംഗിയായിട്ട് നടന്നു പോട്ടെ എന്ന പ്രാർത്ഥന കേട്ടോ. സന്തോഷം. അപ്പൊ പടവലങ്ങ കൂട്ടി ഇന്ന് സദ്യയും കഴിച്ചല്ലേ. ഇല്ല, നോക്കൂ, ഞാൻ അവർ പറഞ്ഞതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയ കാര്യം എടുക്കണം. നമ്മൾ ചിലപ്പോൾ അത് ലളിതമാണെന്ന് കരുതും. പക്ഷെ അത് നമുക്ക് മനസ്സിന് നൽകുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിനാണ് ഏറ്റവും വാല്യൂ കൊടുക്കേണ്ടത്. അതൊരു കോടി കൊടുത്താലും കിട്ടില്ല. ആ സമയത്ത് അതിന് നടക്കാവുന്ന ഒരു സർപ്രൈസ്. ഇങ്ങനെയാണ് മനുഷ്യനെ മാറ്റേണ്ടത്. അത്രേ ഉള്ളൂ, മനുഷ്യൻ ഇത്രേ ഉള്ളൂ. ലളിതമാണ്. ഇതിനെയൊക്കെ പിടിച്ച് നമ്മൾ കുറെ കാര്യം നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് ഒരു 50 ലക്ഷം കൊടുത്താൽ ഒരു പടവലങ്ങ കിട്ടില്ല. അങ്ങനെ സന്ദർഭം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് സന്തോഷത്തെ സ്വീകരിക്കുക. ഓക്കെ, താങ്ക് യു. പറഞ്ഞു സുധീഷ്. ഈ ബിസിനസിന്റെ ഇത് എന്നാണ് തുടങ്ങുന്നത് സാറ്? ബിസിനസിന്റെ മെന്റർഷിപ്പ് ക്ലാസ് ആണ്. എവറി മന്ത് 3 ക്ലാസ് വെച്ചല്ല, ഒരാഴ്ചയിൽ 3 ക്ലാസ് വെച്ചിട്ടുള്ള കണ്ടിന്യൂസ് ബിസിനസ് പഠിപ്പിക്കുന്നത്. ഫ്രം ദ സ്ക്രാച്ച് ലെവൽ ടു എന്റർപ്രണർ വരെയുള്ള പ്രോസസ് ആണ്. മന്ത്ലി ഉള്ള പേയ്മെന്റ് ആണത്. ചെറിയ പൈസയുള്ള 1000 രൂപ ഒരു മാസം. അത് ഓരോ ബിസിനസിന്റെയും ഓരോ രീതികളെ പറ്റി പഠിപ്പിച്ച് പോവുകയാണ്. വലിയ കോടികളുടെ കണക്കുകളല്ല, സാധാരണക്കാരൻ രക്ഷപ്പെടാനുള്ള എങ്ങനെ ഹൗ ടു മേക്ക് യുവർ ബിസിനസ് പ്രോഫിറ്റബിൾ. ഇതാണ് പോയിന്റ്. കച്ചവടം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കാനുള്ള പ്രക്രിയയാണെന്ന് അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരികം ആൾക്കാർ. കച്ചവടം ചെയ്യാനാ, ലാഭം ഉണ്ടാക്കാനല്ല. കച്ചവടം ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ എല്ലാവർക്കും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. അത് നിർത്തിയിട്ട് ഇങ്ങോട്ട് വരാനുള്ളതാണ്, പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് എത്ര പേര് തയ്യാറാവും നോക്കട്ടെ. ചെറുതായിട്ട് ഒരു പരിപാടി തുടങ്ങാനുള്ള ഉദ്ദേശമുണ്ട്. പലതും പഠിക്കണം. സുധീഷ് പോയി സുധീഷ് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ എനർജി വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ കച്ചവടത്തിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തേക്കരുത്. ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ പോകാം. ദയവ് ചെയ്ത് പോകാം. റിക്വസ്റ്റ് ആണ്. അതൊന്ന് പഠിച്ചിട്ട് മനസ്സിലാക്കി പോയില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണയം. ജനുവരിയിൽ തുടങ്ങാന്ന് വിചാരിച്ചതാണ്. എന്തായാലും സാറിന്റെ ഈ വാക്ക് ഞാൻ അംഗീകരിക്കും. തുടങ്ങണ്ട എന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളുടെ നിലവിലെ എനർജി ഒരു കച്ചവടക്കാരന് സൂട്ടബിൾ അല്ല. അതൊന്ന് മാറ്റി പിടിക്കും. പലപ്പോഴും ഞാൻ പറയുമ്പോൾ ചിലത് അംഗീകരിക്കില്ല.
ഞാൻ സാറേ എനിക്ക് എനിക്കും കച്ചവടം കൂടെ ഒരു ചെയ്യാൻ കാര്യം എന്തായാലും ഇനിയിപ്പോ സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം തുടങ്ങും. സാറേ തുടങ്ങി കൂടെ ഉണ്ടാവും. സാറേ ഞാൻ എനിക്കും കറക്റ്റ് കൂടെ ചെയ്ത് ഒരു തരാം, കാര്യം പറഞ്ഞു തരാം കേട്ടോ. പറയാനുണ്ട്. ജയശ്രീ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. സാറേ ഞാനൊരു LIC ഏജന്റ് ആണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. 10 ആണോ? ലക്ഷമായിരുന്നു എനിക്ക് MDRT ആകാൻ വേണ്ടുന്നത്. അത് 5 ലക്ഷം ആയി. ഇനി ഒരു 5 ലക്ഷം രൂപയും കൂടെ വേണം. നാളെ കൂടെ ഉള്ള സമയം കിട്ടുമോ സാറേ? 3 ലക്ഷമൊക്കെ ഓർക്കാതിരുന്ന ഭാഗ്യത്തിന് കിട്ടി. എന്തോ ഇനി ഒരു 5 ലക്ഷം കൂടെ വേണം. നാളെ ഒരു ദിവസമേ ഉള്ളൂ. വേണമെന്നാണോ കിട്ടിയെന്നാണോ പറയാ? 5 ലക്ഷം കിട്ടി. ഇനി പിന്നെ 5 ലക്ഷം കൂടെ കിട്ടണം. ഓക്കെ, ശരി. തഥാസ്തു, നാളെ ഒരു തഥാസ്തു, തഥാസ്തു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കന്നെ. പരസ്യമായി ഇങ്ങനെ പ്രൊഡക്റ്റ് വിൽക്കാൻ ജീവിതകാലം മൊത്തം പരസ്യമായി നമ്മൾ ഗ്രൂപ്പിൽ കയറി അങ്ങനെ പ്രൊഡക്റ്റ് ഒന്നും വിൽക്കുന്ന പരിപാടി ചെയ്യരുതേ. അതൊന്നും ഞാൻ എന്റർടൈൻ ചെയ്യില്ല. ഇതൊക്കെ ഈ രീതികളല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇതിന് പറയുന്ന പേരാണ്, അങ്ങനെ വാക്ക് ഉപയോഗിക്കണ്ടല്ലോ. ഇങ്ങനെയാണോ LIC നിങ്ങൾ വിൽക്കുക? എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടുക? പെൻഷൻ പ്ലാനാ. പെൻഷൻ പ്ലാൻ എന്ത് പെൻഷൻ പ്ലാനായാലും ഇതിന് വിളിക്കുന്ന പേരെന്താണെന്നറിയോ? ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മളെ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും. കഴിഞ്ഞ പ്രാവശ്യം ആരാ പറഞ്ഞത് ഞാൻ കൃത്യമായി കണ്ടുവച്ചിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളിൽ കോടീശ്വരൻ ആരാണെന്ന് ചോദിച്ചതിന് ഒരാള് ഞാൻ കോടീശ്വരിയാന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്ത നിമിഷത്തിൽ ഈ ഗ്രൂപ്പിലുള്ള ആള് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയൊക്കെ കോടികളുണ്ടല്ലോ, എന്റെ കയ്യിൽ നിന്ന് LIC പോളിസി എടുത്തുകൂടെ, ഞാൻ രക്ഷപ്പെട്ടു പോകുള്ളൂ എന്ന് പറയുന്ന ബിരുദരുള്ള ക്ലാസ് ആണിത്. എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? അങ്ങനെയുള്ള പരിപാടി ഒന്നും കാണിക്കരുത്. ഇതൊരു ക്ലാസ് ആണ്. ഇവിടെ എല്ലാവരും പബ്ലിക്കായിട്ട് നിൽക്കണം. നിങ്ങൾക്ക് ജോലി ചെയ്താൽ നിങ്ങൾക്ക് കാശുണ്ടോ, അതിനുള്ള ഐഡിയകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാതെ അവിടെ പോയിട്ട് എനിക്കും തരുമോ എന്ന് ചോദിക്കരുത്. ഇതാണെങ്കിൽ ഇത്തരം പരിപാടിക്ക് വന്നിരിക്കരുത്. അങ്ങനെയുള്ള ഉദ്ദേശം കൊണ്ട് ആരും. നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് ടെക്നിക്കുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. മൈൻഡിനെ ചേഞ്ച് ചെയ്തിട്ട് മൈൻഡിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ ഉയർത്താനുള്ള, വൈബ്രേഷൻ ഉയർത്താനുള്ള തലങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ല ബെഗിങ് അല്ല, അങ്ങനെ ബെഗിങ്ങും അല്ല, ഇതും അല്ല, മാന്ത്രികതയോ അല്ല. നമ്മളെ മനസ്സിന്റെ തലങ്ങളെ ഉയർത്തുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ പഠിപ്പിക്കുന്ന തത്വം. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവനവനെ ഉയർത്തുക, മറ്റുള്ളവരെ കൊണ്ട് ഉയർത്തിക്കുകയല്ല ചെയ്യൽ. അത് രണ്ട് കോൺസെപ്റ്റ് ആണ്. ഇതുകൊണ്ട് തന്നെയാണ് വിജയിച്ചു പോകാത്ത പലരും. ശ്രദ്ധിക്കുക നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ലാത്ത ഇത് വന്നു. ഒരാൾ പറഞ്ഞപ്പോ 1 കോടി രൂപ, അങ്ങനെ 1 കോടി ചോദിച്ചപ്പോൾ ഞാൻ കോടീശ്വരിയാന്ന് ഒരാൾ പറഞ്ഞത്, അത് മനസ്സിന്റെ ഫീലിങ്സ് ആണ്. ഇത് മനസ്സിലാക്കുക. എന്നിട്ട് അവരോട് നിങ്ങളിൽ 1 കോടികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് 10 ലക്ഷത്തിന് LIC പോളിസി എടുത്തുകൂടെ, ഞാൻ രക്ഷപ്പെട്ടു പോയിക്കൂടെ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് ഇവിടെ. അവർക്ക് 1 കോടി ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർ LIC പോളിസി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യും. നിങ്ങൾ പറയേണ്ടത് എങ്ങനെയാ? ഇങ്ങനെ LIC പോളിസി നിങ്ങൾക്ക് ഗുണമാണ്, നമുക്ക് ഗുണം ചെയ്യുന്നു. ഇതിന് പകരം പറയുന്ന രീതി എന്താ? അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ എന്റർടൈൻ ചെയ്യില്ല, പ്ലീസ്. ഓക്കെ, വിശ്വസിക്കുക, പ്രവർത്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി നന്നായി അറിയാതെ മറ്റുള്ളവർക്ക് ആർക്കാണോ ഇത് ആവശ്യമെന്ന് അറിയുക, അവരെടുത്ത് പോവുക. എന്നിട്ട് അവർക്ക് സമീപിക്കുക. നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് അവരോട് എടുപ്പിക്കുക. അല്ലാതെ നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് വെക്കരുത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാനില്ലല്ലോ പറയാനായിട്ട് എല്ലാരും പറഞ്ഞു കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിരുന്നത്. ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട് സാറ്. എന്റെ ബർത്ത്ഡേ 28-ന് കഴിഞ്ഞില്ലേ സാർ? എനിക്ക് വിഷയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ ശ്രീകുട്ടന് എനിക്ക് ഒരു ഹെഡ്ഫോൺ 2200 രൂപ വരെ ഹെഡ്ഫോൺ വാങ്ങി തന്നു. അവൻ എന്നെ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കിയ പൈസയില്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അമ്മയുടെ സന്തോഷം ഇതിനപ്പുറം അമ്മയ്ക്ക് എന്ത് സന്തോഷം വേണ്ടേ? അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് വെക്കാട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ് ശ്രീജ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനിയും കൂടുതൽ കിട്ടട്ടെ. വെരി ഗുഡ്. വേറെ ഇല്ലല്ലോ? ഞാൻ അറിയില്ലല്ലോ. പറയാം. നേരത്തെ ഒരാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വേറൊന്നുമല്ല. നമ്മൾ പറഞ്ഞ നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങളെ ഒന്നും ലഭിക്കുന്നില്ല, ഇത് പ്രാക്ടീസ് ചെയ്തൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ അത്ര കണ്ട മാലിന്യങ്ങൾ നിങ്ങളുള്ളത് കൊണ്ടാണ്. അതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക. അത് പ്രാക്ടീസ് ചെയ്തിട്ട് മാറ്റുക. എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുക കേട്ടോ. നേടുക തന്നെ ചെയ്യണം. വിട്ടുപോകരുത്. അത് സൗണ്ട് വരുന്നില്ല. ജാൻസിറ്റ സൗണ്ട് വരുന്നില്ല. വോയിസ് വരുന്നില്ല. അൺമ്യൂട്ടാണ്, പക്ഷെങ്കിൽ വോയിസ് വരുന്നില്ല. എനിക്ക് നിങ്ങളെ ക്യാമറ ഓൺ ചെയ്താൽ എല്ലാരും കാണും കേട്ടോ. അതുകൊണ്ട് ആരും വിചാരിക്കണ്ട നിങ്ങളെ കാണുന്നില്ലത്. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. ഞാൻ സാറിന്റെ
ക്ലാസ്സിൽ കയറിയിട്ട് 5 ദിവസമായിട്ടുള്ളൂ. യൂട്യൂബ് കണ്ടിട്ട് കയറിയതാണ്. ഈ T20 കയറിയിരുന്നു. ഇന്ന് എനിക്കൊരു പ്രത്യേക കാര്യം സാറിന് പറയാനുള്ളത്, ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. 2 മക്കളുണ്ട്. ഒരാളെ കല്യാണം കഴിച്ചു, ഒരാള് മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു, ഒരാള് ദുബായിലെ അനസ്തറ്റിസ്റ്റ് ആണ്. ഇതുവരെയും ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. ഹസ്ബൻഡ് മരിച്ചുപോയി, അവര് ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പൊ സാലറി ഒക്കെ എനിക്ക് കിട്ടുന്നതുകൊണ്ട് മക്കളോട് ഇതുവരെ 5 പൈസ ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് തന്നിട്ടുമില്ല. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പം ഗൾഫിൽ ജോലി ചെയ്യുന്ന ആള് ഇന്ന് എനിക്ക് 11:30 ആയപ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 25,000 രൂപ വന്നു സാർ. എനിക്ക് സങ്കടവും വരുന്നുണ്ട്. ഇന്ന് വരെ എനിക്ക് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എനിക്ക് വരാൻ ഇഷ്ടം കൊണ്ട് ഉണ്ട്. ഭർത്താവ് മരിച്ചു പോയെങ്കിലും വീടും വാടക കൊടുക്കാൻ എല്ലാം ഉണ്ട്, പക്ഷെ ചോദിച്ചിട്ടില്ല. ഇന്ന് എന്തുകൊണ്ടോ സാറിന്റെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ കണ്ട് കയറിയത് കൊണ്ട് മക്കളോടൊട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ കയറി ഈ 3 ദിവസം സാറിന്റെ ആ ഇത് ഞാൻ മെഡിറ്റേഷനിൽ ഇരുന്നു. എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ചോദിച്ചു, ആർക്കെങ്കിലും തിരിച്ചങ്ങോട്ട് ഞാൻ ബോട്ടിയമ്മിൽ വിളിച്ചു ചോദിച്ചു, മോളെ ഇത് മാറിപ്പോയതാണോ എന്തെന്ന് ചോദിച്ചപ്പോ, അല്ല, എന്റെ അമ്മയ്ക്ക് വിഷമം വരുന്നുണ്ട്, ന്യൂ ഇയറിന് ഞാൻ ഇട്ട് തന്നു. അത് മോള് ജോലി ചെയ്തിട്ട് ഇപ്പൊ ഈ ഒക്ടോബർ ആകുമ്പോ 2 വർഷം കഴിഞ്ഞു. ഇന്ന് വരെ എനിക്ക് ഇവിടെ വരുമ്പോഴും ഗിഫ്റ്റ് കൊണ്ടിരുന്ന അല്ലാതെ തന്നിട്ട്. പക്ഷെ ഇന്ന് അതെനിക്ക് സാറേ, എനിക്ക് അത് സാറിന്റെ ഇന്ന് മീറ്റിംഗിൽ കയറിയാൽ മതി എന്നേ ഉള്ളായിരുന്നു. കാരണം അതുകൊണ്ട് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ക്യാഷ് ഞാൻ എടുക്കാൻ്റെ അല്ല, എനിക്ക് അങ്ങനെ ഒരു ജീവിതത്തിൽ എനിക്കത് കിട്ടിയത് എന്റെ മിസ്റ്റർ തന്നിട്ടുള്ള, അല്ലാതെ എന്റെ ജീവിതത്തിൽ മക്കളെ നിന്ന് എനിക്ക് വാങ്ങേണ്ടി വന്നില്ല. പക്ഷെ എനിക്ക് തന്നിട്ടില്ല. ഡ്രസ്സുകളും കാര്യങ്ങളും മൊബൈലും ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ക്യാഷ് ആയിട്ട് തരുന്ന എന്റെ ജീവിതത്തിൽ ഇപ്പൊ എനിക്ക് 63 വയസ്സായി. ആദ്യമായിട്ടാണ് ഒരു എനിക്ക് എന്റെ അക്കൗണ്ടിൽ പൈസ ഇടുന്നത്. അതെനിക്ക് സന്തോഷം സഹിക്കാൻ കഴിയില്ല. അതിന് തന്ന ജഗദീശനോടും എന്താണ് പറയണ്ടേ, യൂണിവേഴ്സിനോടും സാറിനോടാണ് എനിക്ക് അകമഴിഞ്ഞും നന്ദി അറിയിക്കാനുള്ളത്. കാരണം ഇങ്ങനെ ഒന്ന് കയറാനും ക്യാഷ് തന്നതിലല്ല, എന്റെ മോൾക്കൊരു മാറ്റം വന്നു, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക്. കാരണം എനിക്കൊന്നിനും ബുദ്ധിമുട്ടില്ല. അവര് നോക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഒക്കെ ശരി. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുമില്ല. എനിക്ക് അവർക്ക് തരാനുള്ള ബുദ്ധി തോന്നിയിട്ടുണ്ടാവുക, എന്തുകൊണ്ടാണ് ഇതുവരെ തന്നിട്ടില്ല. പക്ഷെ ഈ 2 വർഷം ആയി കഴിഞ്ഞപ്പോൾ, ഈ കഴിഞ്ഞ കൊല്ലം ന്യൂ ഇയർ കഴിഞ്ഞു പോയി, അതിന് മുമ്പും കഴിഞ്ഞു പോയി, ജോലി കിട്ടിയിട്ട് എനിക്ക് തന്നിട്ടില്ല. പക്ഷെ ഇത് അമ്മ ടീച്ചറമ്മ ആരെയാണ് ഇന്നലെ പ്രാർത്ഥിച്ചത്? അല്ല, നമ്മൾ ഇന്നലെ ഏത് ദേവിയാണ് നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ചത്? ലക്ഷ്മി ദേവി. കൈവിടുവോ? ഇല്ല, കൈവിട അല്ല, എനിക്കത് സാറ് ഞാൻ കൈവിട്ടു എന്നല്ല ഇത് പറഞ്ഞ. എനിക്ക് അതുകൊണ്ട് അതാണ് സംഭവിച്ചത്. ഒത്തിരി നന്ദി സാർ. ഹലോ, നമുക്ക് ക്ലാസ്സിൽ കേൾക്കാം. അത് ബാക്കി ലാസ്റ്റ് പറയാൻ പറ്റുമോ? അല്ലെ ക്ലാസ് ബാക്കിയോ? ഓക്കെ, പറഞ്ഞു. സന്തോഷമുള്ളത് പറ, കേൾക്കാതിരിക്കാനും പറ്റില്ല. പറഞ്ഞോ ബിന്ദു. ആരാ? ഹലോ, ഞാൻ ജസീന്തയാണ്. ഞാൻ ബോംബെ നിന്നാണ്. സാറിന്റെ 3-4 ക്ലാസ് ഞാൻ കണ്ടിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. ഞാൻ രാത്രി 2 മണി വരെ ഇരുന്ന് ഇത് കാണാറുണ്ട് സാറിന്റെ ക്ലാസ്. പക്ഷെ എനിക്കിതിനെ പറ്റി അത്രയ്ക്ക് അറിയില്ല. പക്ഷെ എനിക്കിതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. ഞാൻ അഡ്മിൻ മാഡത്തിന്റെ അടുത്ത് ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ജോയിൻ ചെയ്യണം. എൻ്റെ ഒരു ജോലിയാണ് ബിസിനസ്, ആയുർവേദത്തിന്റെ പഞ്ചകർമ്മയുടെ ബിസിനസ്സാണ്. ഞാൻ 25 വർഷമായി ഞാനത് ചെയ്യണ്. പക്ഷെ മെച്ചമില്ല, അങ്ങനെ കഴിഞ്ഞു പോണെന്ന് മാത്രം. എനിക്ക് ഭർത്താവില്ല. ഞാൻ 25 വർഷമായി ഭർത്താവില്ലാത്തതാണ്. എനിക്കൊരു മോളുണ്ട്. മോളെ കല്യാണം കഴിച്ചു, അത് ഡൈവേഴ്സായി. നാട്ടിലേക്കാണ് കല്യാണം കഴിച്ചത്, അത് ഡൈവേഴ്സായി. കുട്ടി ഇപ്പോൾ നാട്ടിൽ ജോലി ചെയ്തിരുന്നു 2 വർഷമായിട്ട്. 10 പൈസ എനിക്ക് തന്നിരുന്നില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷെ ഇപ്പൊ അവള് ദുബായിൽ പോയിട്ടുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ചെറിയ ശമ്പളമാണ്. അവള് സുഖമായി ജീവിക്കണു. എനിക്കതിൽ കുഴപ്പമില്ല. ഞാൻ ബോംബെയിൽ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. എൻ്റെ ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്തതാണ് കൊറോണ കഴിഞ്ഞിട്ട്. ഞാൻ എന്നാലും ജോലി ചെയ്യണം, ധൈര്യത്തിൽ ജോലി ചെയ്ത് ജീവിച്ചു. ബിസിനസ്സാണ്, ഞാൻ ജോലി ചെയ്യണു, ഞാൻ തന്നെ ചെയ്യണു, ബിസിനസ്സാണ്. ഞാൻ ജോലി ചെയ്യണ. അതിന്റെ കൂടെ ഞാൻ തെറാപ്പിസ്റ്റിനെ ഞാൻ വേറെ വെച്ചിട്ടില്ല, ഞാൻ തന്നെ ചെയ്യണു. അപ്പോ ഞാനും ചെയ്യണേ. ജെൻസിന് ഒരു ജെൻസ് തെറാപ്പിസ്റ്റ് ഉണ്ട്, ലേഡീസിന്റെ വർക്കെല്ലാം ഞാൻ തന്നെ ചെയ്യണു. എന്റെ ജോലിയാണ്,
ഞാൻ ചെയ്തു കൊടുത്താലാണ് പേഷ്യന്റ് സുഖമാവുള്ളൂ എന്നുള്ള ക്ലാസ്സിൽ അവർ ക്ലാസ്സിൽ പങ്കെടുത്തോട്ട് മാഡത്തിനോട് സംസാരിച്ച അഡ്മിനോട് സംസാരിച്ചാൽ മതി കേട്ടോ. സംസാരിക്കാം, ചെയ്യാം. അപ്പൊ എനിക്ക് വേണ്ടി ക്ലാസ്, സാറിന്റെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ബോംബെയിലാണ്. എനിക്ക് വാടക പൈസ കൊണ്ട് കുറെ സാമ്പത്തിക പ്രോബ്ലം ഉണ്ട് എനിക്ക്. ബോംബെയിലായതുകൊണ്ട് ഹിന്ദി ക്ലാസ് ഒന്നും വേണ്ടല്ലോ, മലയാളം മതിയല്ലോ അല്ലെ? മലയാളം പറയും. എനിക്കൊന്നും അറിയില്ല. എനിക്ക് അങ്ങനെ മലയാളം തന്നെ മതി. എനിക്ക് ക്ലാസ് വേറെ ഒന്നും വേണ്ട. ഹിന്ദി പറയാന്നറിയുന്നല്ലാതെ എഴുതാനൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ എനിക്ക് സാമ്പത്തികമായിട്ട് കുറെ പ്രോബ്ലങ്ങളുണ്ട്. നമുക്ക് ക്ലാസ് സംസാരിക്കാം. ശരി ശരി, ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരോടും സോറി. നമുക്ക് ക്ലാസ്സിൽ കിടക്കാം, അല്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിഷൻ ബോർഡിന്റെ ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മള് കിടക്കുകയാണ്. അയ്യോ, ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടല്ലോ. ഡിസ്ട്രിക്ട് TB ഹോസ്പിറ്റൽ കൊല്ലം ലബോറട്ടറി റിപ്പോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ടെസ്റ്റിന്റെ റിസൾട്ട് അല്ലെ? ടെസ്റ്റിന്റെ റിസൾട്ട് എന്നങ്ങ് പബ്ലിക് റിസോർട്ടിൽ ഇടരുതേ, പബ്ലിക് ഗ്രൂപ്പിലൊന്നും ഇടരുതേ. ആരാ ഇട്ടെന്ന് വെച്ചാൽ ടെസ്റ്റ് റിപ്പോർട്ട്, ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് പബ്ലിക് ഗ്രൂപ്പിലൊക്കെ ഇടുന്നെന്തിനാ? ഡിലീറ്റ് ചെയ്യും. ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ടു ആൾ. നമുക്ക് ആദ്യം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, ഇനി എങ്ങോട്ടാണ് നമ്മൾ കാലിങ്ങനെ എടുത്തിട്ട് വെക്കാൻ വെച്ചിരിക്കുന്നത്? എങ്ങോട്ടാണ്? ഇനി ഒന്ന് ജസ്റ്റ് താഴെ എത്തിയാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തും അല്ലെ? ജീവിതത്തിലെ മറ്റൊരു ഭാഗത്തേക്ക്. എവിടെയാ? അടുത്തൊരു വർഷത്തേക്ക് കൂടി പോയി. വയസ്സ് ഒന്ന് കൂടും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലെ? അത് അംഗീകരിച്ചേ പറ്റൂ. വയസ്സൊന്ന് കൂടി. റെഡിയാണോ? അപ്പൊ വയസ്സൊന്ന് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആലീസൊക്കെ കുടിക്കുന്ന പോലെ ജ്യൂസ് മാത്രം കുടിച്ചിരുന്നാൽ മതിയോ? നമുക്ക് ചാവല് ചോര മുട്ടച്ചാവലൊക്കെ കഴിച്ചു നിൽക്കണ്ടേ? അമേരിക്കയിൽ അതൊക്കെ പറ്റും, നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഏജ് കുറക്കാനുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ ഇനി കുറച്ചേ സമയമുള്ളൂ. നമുക്ക് മുന്നോട്ടൊന്ന് ഓർമ്മ വരണം. ആ ഓർമ്മപ്പെടുത്തലോടുകൂടി 2025 നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് ടൈപ്പ് ചെയ്യുക. സന്തോഷത്തോടു കൂടിയുള്ള ആ ക്യാപ്സൂൾ എടുത്ത് ആദ്യം കഴിക്കുക, എന്നിട്ടാണ് അടുത്ത പരിപാടി. ഇവിടെ എപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് എനർജറ്റിക് ആയി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, സാറ് ക്ലാസ്സിൽ കയറുമ്പോൾ ആദ്യം ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് സാറ് തരും. അത് കഴിച്ച് കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞു. പിന്നെ അല്ല അയ്യോ കമാൻ യോ ചോ എന്നാ പുതിയ ന്യൂജൻ പറഞ്ഞ യോ 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 എന്ന് പറയുന്ന അവസ്ഥയാണ് അല്ലെ? അതുപോലെ നമുക്ക് എന്നും ത്രില്ലടിച്ച് നിൽക്കണമെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വിചാരിച്ച സാധനങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ ക്യാപ്സൂൾ എടുത്ത് കഴിച്ചു. ഇന്ദുലേഖം കഴിക്കുക. ആ ക്യാപ്സൂളിന്റെ പേരാണ് ഹാപ്പി വിത്ത് റെഡി. എടുത്ത് കഴിക്കാതെ അവിടെ ഇരിക്കല്ലേ, എടുത്ത് കഴിച്ചാൽ ടൈപ്പ് ചെയ്യൂ താഴെ. അതായത് ഇത് പുതിയതായിട്ട് വന്നതുകൊണ്ട് അറിയില്ല എന്ന് വിചാരിക്കണ്ട. എല്ലാവർക്കുള്ള ടാബ്ലറ്റ്സ് അവിടെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. നമ്മൾ വലിയ ചോക്ലേറ്റിന്റെ പെട്ടിയില്ല, അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. എല്ലാം എടുത്ത് കഴിക്കലാണ്. ഓക്കെ, അപ്പൊ റെഡി ആണെങ്കിൽ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാം അല്ലെ? എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ്. 208 ആൾക്കാർ റെഡിയാണ്. 208 ഞാനൊന്ന് 207 ആൾക്കാർ റെഡിയാണ് അല്ലെ? ബാക്കി എല്ലാവരും റെഡിയാണ്. എല്ലാവരും റെഡിയാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് എന്താവാനാണ്? നിങ്ങളുടെ സ്വപ്നങ്ങളെ സഫലമാക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിങ്ങൾ ഇതുപോലൊരു പുസ്തകമുണ്ടോ? അത് എടുത്തിട്ട് നോക്കട്ടെ എത്ര സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നൊന്ന് നോക്കട്ടെ. എത്ര പേർക്ക് സ്വപ്നങ്ങളുണ്ട്? എത്ര പേർക്ക് എഴുതി തയ്യാറാക്കിയ സ്വപ്നങ്ങളുണ്ട്? അവർ മാത്രം പറയാം, സാറ് ഞാൻ റെഡിയാണ് സ്വപ്നങ്ങളായിട്ട്, എഴുതി തയ്യാറാക്കിയ സ്വപ്നം എൻ്റെ ഉണ്ട്. ഉണ്ടെങ്കിൽ സെറ്റ്, ഇല്ലെങ്കിലാണ് നമുക്ക് പണിയുള്ളത്. ഉണ്ടോ? എല്ലാവർക്കും എഴുതി തയ്യാറാക്കിയ സ്വപ്നങ്ങളുണ്ട്. എനിക്ക് അത് വേണം ഇത് വേണം ഇങ്ങനെ വെറുതെ പറഞ്ഞു നടക്കുന്നല്ല. വ്യക്തമായി എഴുതി തയ്യാറാക്കിയ സ്വപ്നങ്ങൾ ഉള്ളവർ മാത്രം പറയുക എല്ലാം എൻ്റെ ഉണ്ട്. പക്ഷെ സ്വപ്നങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? സ്വപ്നങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചു വേണം എഴുതാൻ. എല്ലാവർക്കും ഉണ്ടല്ലേ? ഹാവ് എ ഡ്രീം. ഉറങ്ങുമ്പോൾ കാണുന്ന സാധനമല്ല. എന്നാലും പറഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ടില്ല വ്യക്തമായ, ഞാൻ ആ വാക്ക് വീണ്ടും 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 ഉപയോഗിക്കുന്നു, വ്യക്തമായ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ എല്ലാം അയച്ചു കളഞ്ഞു. താഴെ ഒറ്റ വരിയിൽ എഴുതാം. ഇതിനൊക്കെ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ ഈ പേരിലൊക്കെ ഇട്ട് വിളിക്കും. ഈ സാധനത്തിനെല്ലാം വെട്ടി ഒറ്റ പേരിലേക്ക് ആക്കി മാറ്റുകയാണ്. ആ പേരെന്താണെന്ന് പറയാവോ? ഈ സാധനങ്ങളെല്ലാം വെട്ടി മാറ്റുകയാണ് ഞാൻ. എന്നിട്ട് ഞാൻ ഒരു പേര് മാത്രമേ ഒറ്റ വാക്കായിട്ട് എഴുതി പറയാണ്. ആ വാക്കൊന്നും നിങ്ങൾ ആരും പറഞ്ഞ്. സ്വപ്നങ്ങളല്ല നമുക്ക് വേണ്ടത്, ആഗ്രഹങ്ങളല്ല നമുക്ക് വേണ്ടത്, എന്താണ്? യെസ്, ലക്ഷ്യങ്ങളല്ല നമുക്ക് വേണ്ടത്. ഇതെല്ലാം മാറ്റി നമ്മൾ മറ്റൊന്നിലേക്ക് അതിനെ മാറ്റും. ആ കാര്യത്തിന് പേരാണ്
ആവശ്യമാക്കി മാറ്റണം. സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ നേടില്ല, ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നേടില്ല, അല്ലെ? ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നേടില്ല. ഇത് ആവശ്യമായി മാറണം. എപ്പോഴാണോ എനിക്കിത് ആവശ്യമായി മാറുമ്പോൾ അപ്പോൾ അടിവയറ്റുന്ന ഒരു ഇറക്കം വരും. നമ്മുടെ എനർജി അങ്ങ് എഴുന്നേറ്റ് വരും. രക്ഷയില്ല മോനെ, ഇത് ചെയ്യാതെ ഇനി വഴിയില്ല എന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങളെയൊക്കെ ആവശ്യങ്ങളാക്കി മാറ്റുമ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതിനാണ് തയ്യാറാവേണ്ടത്. സ്വപ്നങ്ങൾ കൊണ്ട് മാത്രം സാധ്യമാവില്ല. സ്വപ്നങ്ങൾ എനർജിയായി മാറില്ല, ആഗ്രഹങ്ങൾ എനർജിയായി മാറില്ല, ലക്ഷ്യങ്ങൾ എനർജിയായി മാറില്ല. ആവശ്യമാണ് എനർജി, അല്ലെ? ഒരാൾ ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വെള്ളം കുടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമാണെങ്കിൽ ഞാൻ പോയി എടുത്തു കൊണ്ടു കുടിക്കും. എന്റെ ആഗ്രഹമാണെങ്കിൽ വെള്ളം കിട്ടിയാൽ കുടിക്കാം എന്ന് പറഞ്ഞിരിക്കും. സ്വപ്നമാണെങ്കിലോ സ്വപ്നത്തിൽ ഞാൻ വെള്ളം കുടിച്ചു എന്ന് ഫീൽ ചെയ്യും, അല്ലേ? ഇതൊക്കെ വ്യത്യാസമല്ലേ? ഇതൊക്കെ വ്യത്യാസമാണ്. സ്വപ്നമാണെങ്കിൽ സ്വപ്നത്തിൽ വെള്ളം കുടിച്ചു എന്ന് വിചാരിച്ചെങ്കിൽ ഇരുന്നാൽ മതി, ദാഹം പോവില്ല. സ്വപ്നത്തിൽ കുടിച്ചതല്ലേ. ആവശ്യമാണെങ്കിൽ മാത്രമേ പോയി കുടിക്കുള്ളൂ. ഇതാണ് വ്യത്യാസം. അപ്പോൾ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, ആഗ്രഹങ്ങൾ ഉണ്ടാവണം, ഉദ്ദേശങ്ങൾ ഉണ്ടാവണം, സ്വപ്നങ്ങൾ ഉണ്ടാവണം. പക്ഷെ ഇതിനൊക്കെ എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിച്ച് ആവശ്യത്തിന്റെ രൂപത്തിൽ കൊണ്ടുപോകുന്നത് പറയുന്ന പേരാണ് വികാര വായ്പോടുകൂടി അതിനെ സമീപിക്കണമെന്ന്. അങ്ങനെ വികാര വായ്പോടുകൂടി ഏതിനെയാണോ നമ്മൾ സമീപിക്കുന്നത് അത് നമ്മൾക്ക് ഇല്ലാതെ സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം സംഭവിക്കാതിരിക്കാൻ തരമില്ലല്ലേ? ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഭവിക്കാന്ന് ചെയ്യല്ലേ? വികാരമല്ല, വികാരമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ യാഥാർത്ഥ്യം എന്നാണ്, സ്വപ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ആളോട് തന്നെ അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ സ്വപ്നമായിരിക്കില്ല ഉണ്ടാവുന്നത്. എനിക്കൊരു വീട് വേണം എന്നത് ഒരാളുടെ സ്വപ്നമാണ്, ഒരാളുടെ ആഗ്രഹമാണ്, ഒരാളുടെ ലക്ഷ്യമാണ്, അല്ലെ? അഗ്രി വിത്ത്. ഞാൻ ഒരു പോയിന്റ് പറയാൻ, നിങ്ങൾ ഇന്ന് കണക്ട് ചെയ്ത് നോക്കാം. എനിക്കൊരു വീട് വേണം എന്നുള്ളത് ഒരാളുടെ സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരാളുടെ ആഗ്രഹമാണ്, ഒരാളുടെ ലക്ഷ്യമാണ്. കറക്റ്റാണ്. ഇനി ആ വീടിനകത്ത് എന്തൊക്കെ വേണമെന്ന് അയാളുടെ ആവശ്യമാണ്. വീടുണ്ടായാൽ മാത്രം മതിയോ? ആ വീട്ടിൽ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ബെഡ്റൂമുകളും അതിനാവശ്യമായ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യങ്ങളും ആ വീട്ടിനകത്ത് ഇല്ലെങ്കിൽ അവരവിടെ താമസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അൺസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും സംഭവിക്കുക. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ പറയും, അല്ലെ? എത്രയോ ആൾക്കാർ അനുഭവം ഉണ്ടാവും. വീടൊക്കെ കെട്ടി കുടികൂടലൊക്കെ നടത്തി നല്ലൊരു കട്ടിൽ ഒരാൾ ഗിഫ്റ്റ് വന്നു കൊണ്ടുവന്ന് വെച്ചപ്പോ വീട്ടിനകത്ത് തിരിയാൻ സൗകര്യമില്ല. അപ്പോൾ ഭാര്യ പറയും, മനുഷ്യ ഈ വീട് കെട്ടുമ്പോൾ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഇത്രയും കട്ടിൽ കൊണ്ടിടാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു പോയി. രണ്ടാമത്തെ പറയും, സാധനം തുണികൾ എവിടെ വെക്കണമെന്നല്ല, കബോർഡ് വെക്കാൻ സ്ഥലമില്ല. കബോർഡ് മേടിച്ചപ്പോ വലുതായി. ഏതോ കബോർഡ് പോയി മേടിച്ചോന്ന് അവിടെ വെക്കുമ്പോ വലുതായി. ഇല്ലേ? ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നില്ലേ? അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ യഥാർത്ഥ ആവശ്യം എന്ന് അറിഞ്ഞിരുന്നെങ്കിലോ വീട് കെട്ടുമ്പോൾ തന്നെ അതിനനുസരിച്ച് സൗകര്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഞാൻ ഉദാഹരണമായിട്ട് പറയാണ്. ഇത് ഇവിടെയല്ല, എല്ലാ കാര്യങ്ങൾക്കുമാണ്. ബിസിനസ് തുടങ്ങുന്നു, എല്ലാവരും ബിസിനസ് തുടങ്ങുന്നു, ഞാനും ബിസിനസ് തുടങ്ങി. എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ എന്താ, ഞാൻ മലഞ്ചരക്ക് കട തുടങ്ങുന്നു, ഞാൻ പലചരക്ക് കട തുടങ്ങുന്നു, അല്ലെങ്കിൽ ഞാൻ പ്ലംബിങ്ങിന്റെ ബിസിനസ് തുടങ്ങുന്നു. അപ്പൊ പ്ലംബിങ് നിനക്കറിയാവോ? അത് ആരെങ്കിലുമൊക്കെ പണിക്കാരന് കിട്ടും. ആരെ കിട്ടും? ആരെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. അവസാനം 2 മാസം 3 മാസം 4 മാസം ആകുമ്പോ പ്ലംബിങ്ങിന്റെ കടക്ക് 2 താക്കോല് വീഴും. ആരാന്നറിയോ? ബാങ്കുകാർ വന്നിട്ടും പലിശക്ക് എടുത്തവർ വന്നിട്ട് താക്കോൽ ഇട്ടിട്ട് പൂട്ടിട്ട് പോകും. കാരണം ഇത് നടത്തിക്കൊണ്ടുപോകാനായിട്ട് കടം മേടിച്ച് പോകും. ഇതല്ലേ സംഭവിക്കുന്നത്? നമ്മുടെ ലക്ഷ്യമായി, നമ്മുടെ ആഗ്രഹവുമായി, നമ്മുടെ ആവശ്യവുമായി കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ കട രാവിലെ തൊട്ട് വൈകിട്ടോളം നടത്തി 2000-3000 രൂപ കിട്ടിയിട്ട് നമ്മുടെ ആവശ്യം നിറവേറ്റുന്നതാണെങ്കിൽ എങ്ങനെ പണിയെടുത്താലും ആ പൈസ ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഒരാൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടായി, നല്ല പണിയാണ് സാറേ, എന്താണ്, എനിക്ക് ദിവസവും 10,000 രൂപയുടെ ബിസിനസ് ഉണ്ടാവുന്നു. അടിപൊളി, നല്ല സന്തോഷമായി. 10,000 രൂപയുടെ ബിസിനസ് ഉണ്ടാവും. അപ്പൊ എത്ര രൂപ ലാഭം കിട്ടും? എങ്ങനെ പോയാലും 800-900 രൂപ കിട്ടും. 10,000 രൂപയുടെ ബിസിനസ് ചെയ്ത് 800-900 കിട്ടും. അപ്പൊ എത്ര മണിക്ക് നിങ്ങൾ പഠിക്കും? ഞാൻ രാവിലെ 7 മണിക്ക് പോകും, രാത്രി 10-10:30 മണിയാകുമ്പോൾ വരും. സാറിന്റെ ക്ലാസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, അവിടെ ഇരുന്നോണ്ടാ കാണുന്നത്. എത്ര മണിക്ക് വരും? 10-10:30 മണി വരും. അപ്പൊ 7 മണി തൊട്ട് 10:30 മണി വരെ പണിയെടുത്ത് കിട്ടുന്ന പൈസ 800 രൂപ. വീട്ടില് രാവിലെ ഒരു വേലക്കാരന് തൂമ്പ വെട്ടുകാരൻ വന്നു കഴിഞ്ഞാൽ അവന് കൊടുക്കേണ്ട കൂലി 1500 രൂപ. അതായത് 2 ദിവസത്തെ ബിസിനസ് ഇറക്കിയ പൈസ ഒരു തൂമ്പ വെട്ടുകാരന് കൊടുക്കണം. ഈ ബിസിനസ് വേണം? ഈ ബിസിനസ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? കൂലി നമുക്ക് ശമ്പളം പോലും കിട്ടില്ല. കാരണം 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കടയുടെ വാടകയും മറ്റും കൊടുത്തു കഴിയുമ്പോൾ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, എത്രയാ വേണമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല.
ഈ 10,000 ബിസിനസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് ലാഭം വേണം? നോ ആൻസർ. എത്ര രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവാം? ഇതുവരെ കണക്ക് കൂട്ടിയിട്ടില്ല. എത്ര രൂപ ഒരു ദിവസം നിങ്ങൾക്ക് ചെലവുണ്ട്? അയ്യോ രക്ഷയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരു ടാക്സി ഡ്രൈവർ എന്റെ കൂടെ വന്നു. ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ദിവസം നിങ്ങൾക്ക് ആവറേജ് എത്ര രൂപ കിട്ടും? ഓ, ദിവസം ഒന്നും കണക്കൂട്ടാറില്ല സാറ്. മാസം എത്ര കിട്ടും? മാസം ഒരു 10-25,000 രൂപ കിട്ടും, എല്ലാം ഓടിക്കഴിഞ്ഞിട്ട്. അപ്പൊ വണ്ടിയുടെ അടവ് എത്ര? 15,000 രൂപ അടവുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി എത്ര നിങ്ങൾക്ക് കിട്ടും? നിങ്ങളുടെ ചെലവ് ഒരു 6-7,000 രൂപയ്ക്ക് എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. 6-7,000 രൂപ ഒരു മാസത്തില് ആണ് ലാഭം കിട്ടുന്നെങ്കിൽ ഈ രാപ്പകൽ ടാക്സി ഓടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മാറി ചിന്തിക്കണ്ടേ? സമയമായില്ലേ? ഞാൻ പറഞ്ഞത് ചിന്തകൾ ഇത് മാറ്റുക. 6-7,000 ബോധം വരാത്ത കൊണ്ടാണ് അതിൽ കൂടുതൽ ചിന്തിക്കാതെ. കൂടുതൽ ചിന്തിച്ചാൽ കൂടുതൽ ലഭിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നുവോ കൂടുതൽ ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ കുറച്ച് ചിന്തിച്ചാൽ കുറച്ച് ലഭിക്കും. അപ്പോൾ ലക്ഷ്യങ്ങൾ ഉണ്ടാവുന്നത് മാത്രമല്ല പ്രാധാന്യം, അതിനെ നമ്മൾ ആവശ്യങ്ങളാക്കി മാറ്റുമ്പോൾ നമുക്കത് സംഭവ്യമാവുകയുള്ളൂ. ഇതാണ് ലോക തത്വം, ഇതാണ് ഊർജ തത്വം എന്ന് പറയുക, യൂണിവേഴ്സൽ എനർജി തത്വം എന്ന് പറയുന്നത്. എവിടെയാണോ, നിങ്ങൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി, എവിടെയാണോ സ്പേസ് ഉള്ളത്, എവിടെയാണോ വാക്വമായിരിക്കുന്നത്, അവിടത്തേക്ക് വായു സഞ്ചരിക്കും. എവിടെയാണോ വെള്ളം കുറഞ്ഞു നിൽക്കുന്നത്, അവിടത്തേക്ക് വെള്ളം നിറയും. അപ്പോൾ അവിടെ നിറവുണ്ടാക്കി നിർത്തണം. അതിന് പറ്റുമായ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അവിടേക്ക് നിറയും. ഇതാണ് ആകർഷണ തത്വത്തിന്റെ മെയിൻ കഥ. എവിടെയാണോ മാഗ്നറ്റ് ഉള്ളത് അവിടേക്ക് മെറ്റലുകൾ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കാന്തമായി നിൽക്കണമെങ്കിൽ എനർജി നമ്മൾ കൂട്ടി നിർത്തണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് പലരും തോറ്റുപോകാനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് എല്ലാവരും, ഇന്നലെയും ഞാൻ പറഞ്ഞു, ഇന്നും പറയുന്നു, റിക്വസ്റ്റ് ആണ്. എന്തുകൊണ്ടെന്നറിയോ? ജീവിതത്തിൽ തോറ്റുപോയവരോട് എല്ലാവരോടും റിക്വസ്റ്റ് ആണ്. ജയിച്ചു പോയവരെല്ലാവരും ചെയ്തൊരു കാര്യം നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് തോറ്റുപോയത് എന്ന് മനസ്സിലാക്കുക. അവരെല്ലാം ചെയ്ത കാര്യം ഇത്രയായിരുന്നു. ജീവിതത്തിൽ അവർക്ക് ലക്ഷ്യബോധമുണ്ടായിരുന്നു. എന്ത് വേണം എന്നത് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എങ്ങനെ എഴുതി തയ്യാറാക്കിയ ലക്ഷ്യമുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളിവിടെ ഞാൻ ഉദാഹരണം മറ്റുള്ള ആരും ഉദാഹരണം എടുക്കുന്നില്ല. യൂസഫ് അലി സാറിനെ മറ്റൊന്നും ഞാൻ ഉദാഹരണം എടുക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം യൂസഫ് അലി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. 1970 സംതിങ്ങിലേതോ ആദ്യമായി 5 സ്റ്റാർ ഹോട്ടലിൽ കയറുമ്പോൾ സാർ വിചാരിച്ചൊരു കാര്യമാണ്, ഇതുപോലൊരു കോൺഫറൻസ് റൂമൊക്കെ എനിക്ക് സ്വന്തമായി വെക്കുന്ന ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു ഓഫീസ് എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു. അത്രയും ആഗ്രഹിച്ചു. അതിനുശേഷം അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് സൗകര്യമുള്ള 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയായി മാറുക. ഒരു ഭാഗം 5 സ്റ്റാറിന്റെ ഉടമയായി മാറിയപ്പോൾ ഞാൻ വീണ്ടും എന്റെ അന്നത്തെ കാലത്തെ ഓർത്തു. കാരണം അന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമാണല്ലോ ഇന്ന് ഞാൻ ഇത് നേടിയിരിക്കുന്നത് എന്നുള്ള ചിന്ത വന്നു. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം ആഗ്രഹിച്ചത് എങ്ങനെ ആയാലും ഒരു തരത്തിലല്ലെങ്കിൽ ഒരു തരത്തിൽ നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. പക്ഷെ തീവ്രമായിരിക്കണം എന്നുള്ളതാണ് പ്രാധാന്യം. ഞാൻ ഇതുപോലെ പറഞ്ഞു, ഇന്നിപ്പോ നിങ്ങളിവിടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എനിക്കല്ലേ കോട്ടിട്ട സാർ എന്നുള്ള ഒരാൾ പറഞ്ഞ പോലെ ഇതൊക്കെ നിങ്ങൾ ആരും വിചാരിക്കുന്നുണ്ടോ ഇതൊരു സുപ്രഭാതത്തിൽ ഞാൻ വന്ന് ഇതേ കമോൺ ലെറ്റ്സ് ഗോ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് യൂട്യൂബിന് മുമ്പിൽ വന്ന് സംസാരിക്കുകയാണെന്ന്? ഒന്നുമല്ല. ഞാൻ ഇതുപോലെ എത്ര പുസ്തകങ്ങളാണ് എഴുതി വെച്ചതെന്നറിയോ? എത്ര ബുക്കിലാണ് എന്റെ ലക്ഷ്യങ്ങൾ എഴുതി വെച്ച് വെട്ടി ഒറ്റയടിക്കല്ല, ഓരോന്നും സ്റ്റെപ്പായിട്ട് വെട്ടിയല്ല എഴുതി പോയ. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും കാണിച്ചു തരാം. 12-13 പുസ്തകങ്ങളുണ്ട്. ഞാൻ മുമ്പ് കാണിച്ചതില്ല. 12-13 പുസ്തകങ്ങളുണ്ട് ഞാൻ എഴുതി വെച്ച്. അതിലുള്ള ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് വരിക തന്നെ വേണം. അത്രയും പ്രോസസ് ഉണ്ട് ഈ കാര്യത്തിൽ നടന്നു പോകാനായിട്ട്. ലളിതമാണ്, പക്ഷെ ആർക്കും പ്രത്യേകിച്ച് സമയം ഒന്നുമില്ല. 10 മിനിറ്റ് ദിവസം ചെലവഴിച്ചാൽ മതി. 10 മിനിറ്റ് ദിവസവും ചെലവഴിച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പ്രോഗ്രാമിൽ വന്നപ്പോൾ നിങ്ങൾക്ക് പോക്കറ്റിൽ നിന്ന് എടുത്ത് കാണിച്ചിരുന്നു എന്റെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു പുസ്തകം. ചെറിയൊരു പുസ്തകം. ഇത് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അടുത്ത് ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കും. ഇപ്പൊ ഉള്ള ഇതാണ്. എന്താണെന്നറിയോ? ഒന്നുമല്ല, ഞാൻ 1-2 അഫർമേഷൻസ് എഴുതി വെക്കും. അല്ലെങ്കിൽ എന്റെ day 1, day 2, day 3, day 4 ഓരോ ഫൈനാൻഷ്യൽ ലക്ഷ്യങ്ങളൊക്കെ എഴുതി. ഞാൻ വായിക്കുന്നില്ല, ഒരു ഉദാഹരണം വായിക്കാം. ഡേ 25 2/6/2000 2/6/2024 10 ലക്ഷം രൂപ ഓഗസ്റ്റ് 21 2024 എന്റെ അക്കൗണ്ടിൽ ഉണ്ട്. അതൊരു അക്കൗണ്ടിനെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് കൃത്യമായി ഉണ്ടോന്ന് ഇങ്ങനെ എഴുതി വെക്കും ഈ സാധനം. ഇതെന്തിനാന്ന് വെച്ചാൽ എന്നിട്ട് അതിന്റെ താഴെ അഫർമേഷൻ എഴുതി. എപ്പോഴെങ്കിലും ഒരു ദിവസത്തെ പണിയിലിടയിൽ ഞാൻ ഒന്ന് ഡൗൺ ആയി, എനിക്ക് വയ്യ എന്ന് തോന്നുമ്പോൾ ആദ്യം അന്നത്തെ എടുത്തു നോക്കി എന്താണ് രാവിലെ എഴുതിയെന്ന്. ഇന്ന് നമ്മൾ അരമണിക്കൂർ കൂടുതൽ ഉറങ്ങിയാൽ പണി നടക്കൂല മോനെ എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മളെ ഉത്തേജിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോ ഈ ക്ലാസ് എടുക്കാതെ എനിക്ക് വേണമെങ്കിൽ വന്നിട്ട് വൈഫിനോട് കുറച്ച് സംസാരിച്ച് ഇവിടെ ഇരിക്കാം അല്ലെ. പക്ഷെ
അങ്ങനെ ഇരുന്നാൽ നാളത്തെ യൂട്യൂബിന് വ്യൂസ് കിട്ടില്ല. നാളത്തെ യൂട്യൂബിന് വ്യൂസ് കിട്ടിയില്ലെങ്കിൽ 100 ആൾക്കാരെ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. അവർക്ക് കൊടുക്കാൻ ഉണ്ടാവും എന്നും സാധിക്കില്ല എന്നുള്ള ലക്ഷ്യബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് എനിക്ക് കോഴ്സിന് ആൾക്കാർ വരിക. അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ സംസാരിച്ചാലാണ് എനിക്ക് യൂട്യൂബിൽ നാളെ വ്യൂസ് കിട്ടുക. ആ വ്യൂസ് കിട്ടിയാലാണ് എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂടുക. സബ്സ്ക്രിപ്ഷൻ കൂടിയാലാണ് ഞാൻ അറിയപ്പെടുക. അങ്ങനെ പോയാൽ മാത്രമേ എനിക്ക് എത്തേണ്ട ആ പോയിന്റിലേക്ക് എത്താനുള്ള ഒരു ദിവസത്തെ കുറവ് ലഭിക്കുകയുള്ളൂ. അല്ലെ, 3 ദിവസം കൂടി അടുത്ത് കിട്ടും. ഇങ്ങനെ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാകണം. കൃത്യമായ ലക്ഷ്യബോധം പോയാൽ അതിനുവേണ്ടി നിങ്ങളോട് റിക്വസ്റ്റ് പറയുകയാണ്. നമ്മൾ ജനുവരി ഇതുപോലെ സംഭവിച്ചു. 2024 സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഡോൺ വറി, ഒന്നും ലേറ്റ് ആയിട്ടില്ല. 2025 നിങ്ങൾ ഒരു ഗോൾ സെറ്റിങ്സ് ഉണ്ടാക്കുക. എന്താണ്? കൃത്യമായ ലക്ഷ്യബോധം എഴുതി തയ്യാറാക്കുക. ഒത്രേ പണിയുള്ളൂ. 1 മണിക്കൂർ 2 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാക്കും. അല്ലെങ്കിൽ ദിവസം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സാധ്യമാക്കും. നിങ്ങൾ എഴുതി തയ്യാറാക്കിയാൽ മാത്രം മതി. എഴുതി വെച്ചോളൂ. ബാക്കി സംഭവിക്കുന്നതിനെ പറ്റി നിങ്ങളൊന്നും ആലോചിക്കണ്ട. ഇന്നലത്തെ വിഷൻ ബോർഡിൽ ഒരാൾ പറയുണ്ടായി, ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു, അത് എഴുതാനാണ്, ഈ സാധനത്തെ നമുക്ക് ഓപ്പൺ ആക്കാനാണ് പ്രശ്നം. അത് തന്നെയാണ് വിഷയമുള്ളത്. അതിനൊന്ന് ഓപ്പൺ ആക്കി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഷീല ചോദിച്ച ഒറ്റ മറുപടിയാണ്, ഷീല ഇപ്പോൾ ഷീല എഴുതി വെച്ചോ. ജോലി ചെയ്യണം, ബ്യൂട്ടീഷ്യൻ പഠിക്കുന്നു, ജോലി വേണമെന്ന് ഷീല ഇപ്പോൾ എഴുതി വെച്ചോ. എന്നാണ് ഷീലയ്ക്ക് ജോലി ആവശ്യമുള്ളത്? കയ്യിൽ എവിടെയാണ് മുമ്പിലിരിക്കുന്ന ആ പേപ്പറിൽ എഴുതി വെച്ചാൽ മതി. എനിക്ക് ഇന്ന തീയതി ഇത്ര രൂപ ശമ്പളത്തിൽ ഇന്ന സ്ഥലത്ത് ബ്യൂട്ടീഷ്യന്റെ ജോലി വേണമെന്ന് എഴുതി വെച്ചോ. അത് സംഭവിച്ചില്ലെങ്കിൽ എന്നോട് വിളിച്ച് പറ, സാറ് വെറുതെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, സാർ വെറുതെ ഇങ്ങനെ ബ്ലഫ് അടിക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വെച്ചോ. 100% സംഭവിച്ചിരിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അത്രയും പവർഫുൾ ആണ് എഴുതി വെച്ചത് കിട്ടാനായിട്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള സംഭവമാണെന്നത്. ഇത് ചെയ്യാനാണ് നമുക്ക് വിഷയം. അതുകൊണ്ട് നിങ്ങളോടുള്ള ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. കാരണം ഞാൻ ഈ വഴി കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അത് ചെയ്യുക. സ്വന്തമായി ചെയ്യാൻ പറ്റുന്നത് സ്വന്തമായി ചെയ്യുക. എന്റെ ഹെൽപ്പ് ആവശ്യമുള്ള കോഴ്സ് ജോയിൻ ചെയ്ത് വരിക. നാളെ നമ്മൾ 1-ാം തീയതി തന്നെയാണ് തുടങ്ങുക. 1-ാം തീയതി തന്നെ തുടങ്ങുകയാണ് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്. വിഷൻ ബോർഡൊന്നും ഞാൻ ചെയ്യുന്നില്ല. വിഷൻ ബോർഡൊക്കെ നമ്മൾ പിന്നെയും ചെയ്യാം. ഗോൾ സെറ്റിംഗ്സ് 1-ാം തീയതി തന്നെ 2-3 മണിക്കൂർ ഉണ്ടെങ്കിൽ 3-4 മണിക്കൂർ നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ 2 ദിവസം എടുക്കാം, 3 ദിവസം എടുക്കാം. നോ പ്രോബ്ലം. നിങ്ങൾക്ക് വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എഴുതി വെച്ചവർ വേണ്ട, എഴുതി വെക്കാത്ത തയ്യാറായവർക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഒരു കാര്യം കൂടി പറയാം, ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് വേറെ കൂടുതൽ തിയറി ഒന്നും പറയാനില്ല. നിങ്ങൾ തിയറി ഒന്നും പഠിക്കണ്ട. നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ ചെയ്യാൻ തയ്യാറായ മതി. അവിടെ തിയറികൾ ഒന്നും പറയുന്നില്ല. ഇതിന്റെ എന്താണ് സംഭവിക്കുന്നത്, ബിഹൈൻഡ് എന്താണ്, ബ്രെയിനിൽ എന്താണ്, ഇതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ, നിങ്ങൾ കൂളാകുക, കാമാവുക. ഇത് കൃത്യമായി ഇത് മാത്രം ചെയ്യിപ്പിക്കുള്ളൂ. പിന്നെ പറഞ്ഞുതരാം എന്തൊക്കെ സംഭവിക്കുന്നത് ഇതിനകത്ത് ഓരോന്നും പറഞ്ഞുതരാം. അപ്പൊ ജോയിൻ ചെയ്യുന്നവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഇത് അത്രയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആണ്. ഞാൻ ഫീസും വളരെ കുറച്ച് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. ഒരു മാജിക് നമ്പർ നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇതിനു മുമ്പ് ഓർമ്മയുണ്ടല്ലോ. ചുണ്ടിന്റെ ഇതൊക്കെ പെരുവിരലില് മോതിര വിരലില് നിങ്ങൾ ഒരു നമ്പർ എഴുതി വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ആർക്കും ഓർമ്മയുണ്ട് ആ നമ്പർ? എഴുതി വെച്ചാൽ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞു. അതേ നമ്പർ മാത്രം എനിക്ക് നിങ്ങൾ നൽകിയാൽ മതി. ഗോൾ സെറ്റിംഗ്സ് ഞാൻ 100% നിങ്ങളെ കൂടെ സെറ്റ് ചെയ്ത് തരാം. വേണ്ടവരുണ്ടോ? വേണ്ടവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അഡ്മിനെ വിളിച്ചോളൂ, ജോയിൻ ചെയ്തോളൂ. ഒറ്റ ദിവസമുള്ളൂ. നാളെ 1-ാം തീയതി നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറായി നിൽക്കുക. ഒരു പുതിയ നോട്ട് പുസ്തകം വാങ്ങിക്കുക, തയ്യാറായി നിൽക്കുക എന്ന് മാത്രമാണ്. ഈ എമൗണ്ട് മാത്രം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി. പക്ഷേ ഈ എമൗണ്ട് തന്ന മാത്രമല്ല, അതിന് ദിവസം തന്നെ ഞാൻ ഒരു ഗിഫ്റ്റും കൂടി നിങ്ങൾക്ക് തരികയാണ്. 1-ാം തീയതി ഒരു ഗിഫ്റ്റും കൂടി നിങ്ങൾക്ക് തരികയാണ്. ഇത് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം ഗിഫ്റ്റ് വേണോ? എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1-ാം തീയതി ലഭിക്കുന്ന ഗിഫ്റ്റ് അതുപോലുള്ള ഗിഫ്റ്റുകൾ ഈ വർഷം 2025 മുഴുവൻ നീളം ലഭിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമുണ്ട്. 1-ാം തീയതി തന്നെ ആ ഗിഫ്റ്റ് തരുള്ളൂ. 1-ാം തീയതി ആ ഗിഫ്റ്റ് തരും. വേണമുണ്ടോ? ചേരുന്നവർ ഇപ്പൊ ജോയിൻ ചെയ്തോളൂ. ഗൂഗിൾ പേ നമ്പർ, അഡ്മിൻ ഗൂഗിൾ പേ നമ്പർ കൊടുത്ത് ഇപ്പൊ തന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെ ഇങ്ങനെ പറയാറില്ല ഒരു ക്ലാസ്സിൽ, അല്ലേ? ഞാൻ വളരെ അപൂർവം മാത്രമായിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി പറയുള്ളൂ. കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ്. മറ്റൊരു ക്ലാസ്സിനെ പറ്റി ബാക്കിയെല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ജോയിൻ ചെയ്തോളൂ. പക്ഷെ ഇതിൽ നിങ്ങൾ നിർബന്ധമായി ജോയിൻ ചെയ്യണം. കാരണം അത് അത്രയും അത്യാവശ്യമാണ്. അത്രയും അത്യാവശ്യമാണ് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇതിനെപ്പറ്റി പറയുന്നത്. നാളെ യൂട്യൂബിൽ പോകുമ്പോഴും എല്ലാവരും യൂട്യൂബിന്റെ വീഡിയോ കാണുന്നവരെല്ലാം സദയം ക്ഷമിക്കുക. കാരണം നിങ്ങൾക്ക് ഇന്ന് നൽകാനുള്ളത് ഏറ്റവും വലിയ ഇൻഫർമേഷൻ ഗോൾ സെറ്റിംഗ്സിനെ പറ്റിയിട്ടാണ്. ഞാൻ തിയറിയും കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ വെക്കുന്നില്ല. ഇതുപോലെ ഞാൻ കോഴ്സ് ചേരണമെന്ന് ഒന്നിലും പറഞ്ഞിട്ടില്ല. ഇതിൽ ഞാൻ നിർബന്ധം അറിയുന്നവങ്ങളോട് ചേർന്നേ പറ്റുള്ളൂ. അത്രയും കാര്യമുള്ളതാണ്. ഒരു ഗിഫ്റ്റും കൂടി നിങ്ങൾക്ക് തരാം. 1-ാം തീയതി രാവിലെ തന്നെ 5:30 മണിക്കത്തെ മെഡിറ്റേഷനില്
മുതൽ ജനുവരി മാസം മുഴുനീളം മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഫ്രീ ആണ്. ഒറ്റ പൈസ അടക്കണ്ട. നിങ്ങൾ ഗോൾ സെറ്റിംഗ് ചെയ്യുക, ഒരു മാസം മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ അറിയാൽ 444 രൂപ നിങ്ങൾ തരേണ്ട. മെഡിറ്റേഷൻ ജനുവരി മാസത്തിൽ ഫ്രീ ആയിട്ട് നിങ്ങൾ ഇത് 2 കാര്യങ്ങൾ സൈമൾട്ടേനിയസ് കണക്ട് ആയതുകൊണ്ടാണ് ഞാൻ അത്രയും പറയുന്നത്. നോർമലി 1-to-1 ആണ് കോഴ്സ് ഫീസ്. അത് ഇനിയും എപ്പോഴും ഉണ്ടാകുന്ന ആ എമൗണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ സമയം ഗോൾ സെറ്റിംഗ് സമയം വൈകിട്ടാണ്. ടൈം നമുക്ക് ഫിക്സ് ചെയ്യാം, സമയം നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം. പക്ഷെ അതിനൊക്കെ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും മാം എന്തായാലും. കാരണം ലൈഫിന്റെ ഒരു പർപ്പസ് അല്ലേ. അതുകൊണ്ട് സമയം ഒന്ന് സെറ്റ് ചെയ്തോളൂ. ഞാൻ സമയം നാളെ മറ്റൊന്ന് അറിയിക്കാൻ ചേരുന്ന ആൾക്കാരനുസരിച്ച്. കാരണം അന്ന് തന്നെയാണ് ബിസിനസ് ക്ലാസ്സും തുടങ്ങുന്നത്. അതുകൊണ്ട് അവർക്ക് വൈകിട്ടായിരിക്കും ക്ലാസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയാക്കാം. ഓക്കെ. ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് രാത്രി എല്ലാവർക്കും വരാമല്ലോ. 9 തൊട്ട് 10 മണി വരെ എല്ലാവർക്കും വരാമല്ലോ. 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ആവില്ലെങ്കിൽ 3-ാം തീയതി എത്ര പേര് വന്നോളൂ. 9 മണി തൊട്ട് 10 മണി വരെ സമയം കൂടി ഫിക്സ് ചെയ്യും. ഞാൻ അങ്ങനെ കുറെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല കോഴ്സുകൾ നിങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പൊ നമ്മൾ അഡ്മിന്മാരും ഇപ്പോഴാണ് ഇതിനെ പറ്റി, ഇന്നലെയാണ് ഞാൻ കോഴ്സിനെ പറ്റി പറഞ്ഞത്. യെസ്, കുഴപ്പമില്ല. നാളെയാണ് പേ ചെയ്തതെന്ന് ഒന്ന് അഡ്മിനോട് പറഞ്ഞോളൂ, തരാം. ബിസിനസ് ക്ലാസ്സിൽ വന്നോ, അത് വേറെ. ബിസിനസ് ക്ലാസ്സിൽ വരുന്നുണ്ടോ അവിടെ വന്നോളൂ, നോ പ്രോബ്ലം. അവിടെയൊക്കെ വ്യത്യസ്തമാണ്. ഇത് നിങ്ങളുടെ ഇതാണ് നിങ്ങൾക്ക്. പക്ഷെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം, കാശില്ലാത്തതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ഇതാവുമെന്നും വേണ്ട. ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇതേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് കിട്ടും. അല്ലെങ്കിൽ ഹെൽപ്പ് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറഞ്ഞു തരും. നിങ്ങൾ അതിനനുസരിച്ച് നിന്നോളൂ. അതും നിങ്ങൾ കാശില്ലോണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് നടത്തുമ്പോൾ നമുക്ക് അത് അങ്ങനെയല്ലേ നടത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഗോൾ സെറ്റിംഗ് വേണോ? 2-3 ആൾക്കാർ കൺഗ്രാജുലേഷൻസ് അയച്ച ആൾക്കാര്, ഒരുപാട് ആൾക്കാര്. കരയണ്ട, ആരും ഇതിനെപ്പറ്റി കരയണ്ട. എന്താ പറയാ, സുധാകുമാരി, അതുപോലെ തന്നെ 3-4 ആൾക്കാര് ഇവിടത്തേക്ക് അയച്ചിരിക്കുന്നു. രാധാ മോഹൻ, സുധാകുമാരി, ഇവരൊക്കെ കാശ് അയച്ചിരിക്കുന്നു. സന്തോഷം, താങ്ക് യു വെരി മച്ച്. ഗോൾ സെറ്റിംഗ് ക്ലാസ് എത്ര ദിവസം എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഒറ്റ ദിവസം കോഴ്സ്. പക്ഷെ 2 ദിവസവും 3 ദിവസവും ഞാൻ 5 ദിവസം വരെ എടുക്കാൻ റെഡിയാണ്. നിങ്ങൾ ഇത് സെറ്റ് ചെയ്യുന്നവരെ ഞാനിത് എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ അത്രയും ഇതായിട്ടാണ് പറയാം. 3 ദിവസം മിനിമം ഞാൻ എടുക്കും. കാരണം നിങ്ങൾ 1, 2, 3 മണിക്കൂർ നിങ്ങളെ കൂടെ ഇരുന്നിട്ട് അത് ഓരോ ആളെയും സെറ്റ് ചെയ്യിപ്പിച്ചിട്ടേ വിടും. ഓരോ ആളുടെയും ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കോമൺ ആയിട്ട് ടൈം മാത്രമേ എടുക്കാറുള്ളൂ. 3 ദിവസം എടുക്കും. 1-1.5 മണിക്കൂർ, 2 മണിക്കൂർ ഓരോ ആളുടെ എടുക്കും. അതിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് തരാം. സമയം കിട്ടുന്ന പോലെ കേട്ടിട്ട് സെറ്റ് ചെയ്തോളൂ. പക്ഷെ ചെയ്യണം എന്നുള്ളതാണ്. എഴുതിയേ പറ്റുള്ളൂ. നിങ്ങൾ ലാഗ് വയ്ക്കരുത്. ഇനി നമുക്ക് ഇത് വളരെ കൃത്യമായി പറയാം. പക്ഷെ എന്തിനാണ് ഗോൾ സെറ്റിംഗ്സ് അറിയാത്തവരൊന്നും ആരും ഇല്ലല്ലോ അല്ലെ. അതുകൊണ്ട് ഗോൾ സെറ്റിംഗ് അതിനെപ്പറ്റി ആവശ്യകതയെ പറ്റി അറിയാത്ത ഒരാൾക്കാർ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. 1-ാം തീയതി മുതൽ ഞാൻ പറഞ്ഞിരുന്നു ഹാപ്പിനെസ് മാസ്റ്ററി അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ചില മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് നിങ്ങളോട് മുന്നോട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് 1-ാം തീയതി മുതൽ നമുക്ക് ഇനി ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഫ്രീ സെഷൻസ്, അതായത് പബ്ലിക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല സൂമിൽ എന്ന് നിങ്ങളെ ദയവേത് അറിയിക്കുകയാണ്. കാരണം നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരെ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യാനും അവർക്ക് കൂടുതൽ നൽകേണ്ടതും ഉത്തരവാദിത്തമായി ഞാൻ ഏറ്റെടുക്കുന്നു. കാരണം അവരുടെയൊക്കെ സമയത്തിനനുസരിച്ച് നമുക്ക് അവർ വളരെ ഉത്തരവാദിത്വത്തോടും അവർ കൂടുതൽ കൊടുക്കണം. എനിക്ക് സമയം ഈവനിങ് മാത്രമേ എനിക്കും സമയമുള്ളൂ. ഞാനും ഓഫീസിൽ നല്ല തിരക്കിലും അതിനനുസരിച്ച് മറ്റ് മെന്റർഷിപ്പ് പ്രോഗ്രാമും ബിസിനസ് ക്ലാസ്സും ഒക്കെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ, സൂം ക്ലാസ്സുകൾ, പെയ്ഡ് ക്ലാസ്സുകൾ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമായി ഒതുക്കുകയാണ്. ദയവ് ചെയ്ത് സഹകരിക്കണം. ബാക്കി ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കുറെ ക്ലാസ്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിൽ തന്നെ കിട്ടും. യൂട്യൂബ് എങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ സൂം സെഷൻ ഒൺലി ഫോർ മെമ്പേഴ്സ് ആക്കി ചുരുക്കുകയാണ്. കാരണം അത് അവർക്കുള്ള ഒരു പ്രിവിലേജ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അല്ലെ. മെമ്പർഷിപ്പ് ഇത് നമുക്ക് കാശ് എന്ന് കോഴ്സ് വന്നവർക്ക് ഒരു പ്രിവിലേജ് കൊടുത്തല്ലേ പറ്റുള്ളൂ. അത് ഒരു യാഥാർത്ഥ്യമല്ലേ. അപ്പൊ എനിക്ക് വേറൊരു സെഷന് സമയം എടുക്കാൻ നമുക്ക് ഉണ്ടാവില്ലല്ലോ. എല്ലാവരും സമയം കൊണ്ട് നോക്കണം. എല്ലാവർക്കും ജോലിയുണ്ട്. പണ്ടൊക്കെ കൊറോണ കാലത്താണെങ്കിൽ ഇതിനു മുമ്പിൽ ഇഷ്ടം പോലെ സമയം ഇരിക്കായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു ഫ്രീ സെഷനിലും അത് കഴിഞ്ഞിട്ട് ഒരു പെയ്ഡ് സെഷനും ഒക്കെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ഒരു സമയം ഉണ്ടാവുള്ളൂ. ഇതെല്ലാവരും നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ഫ്രീ സെഷൻ സൂം 1-ാം തീയതി മുതലുണ്ട്. 1-ാം തീയതി ഒരു ദിവസം വേണമെങ്കിൽ നമുക്കൊരു പബ്ലിക് ക്ലാസ്സോ യൂട്യൂബ് ലൈവ് ഇടാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ ക്ലാസ് പെയ്ഡ് ആൾക്കാർക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം കൂടി നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം കൂടി അറിയിക്കുകയാണ്. നമ്മുടെ
8 or 10 വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഇപ്പൊ നമുക്കുള്ളത്. അതിൽ പകുതിയിൽ മുക്കാലധികം ആൾക്കാരും ആക്റ്റീവ് അല്ല എന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ക്ലാസ്സിൽ ചേരുന്ന ആൾക്കാരെ നമ്മുടെ കോഴ്സിലുള്ള ആൾക്കാരുടെ എല്ലാവരെയും ഒരു ബാച്ച്, ഒരു ഗ്രൂപ്പ് ആയി മാറും. 1, 2, 3 ഗ്രൂപ്പായി മാറുകയും മറ്റുള്ള പബ്ലിക്കുള്ള നിങ്ങൾക്ക് യൂട്യൂബിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഇപ്പൊ ഈ ഗ്രൂപ്പ് പിരിച്ചുവിട്ട് പുതിയ ഗ്രൂപ്പ് ഉണ്ടാവും. അതിന് ലിങ്ക് അതാത് ഗ്രൂപ്പിൽ തരും. അപ്പോൾ ആക്റ്റീവായി നിൽക്കുന്നവർക്ക് മാത്രം ആ ഗ്രൂപ്പിലേക്ക് ചാടി വരാം. കാരണം അവിടെയൊക്കെ എന്നിട്ടെല്ലാം ഞാനത് ക്ലോസ് ചെയ്യാൻ പോവാണ്. കാരണം പല എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ചാറ്റിങ്ങും അല്ലെങ്കിൽ നമ്പർ എടുത്ത് വിളിക്കലും പരസ്യം, ഇപ്പൊ നേരത്തെ പറഞ്ഞ പരസ്യമൊക്കെ ഞങ്ങൾക്ക് അറിയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഭൂഷണമല്ല. ഈവൻ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ തന്നെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നു. നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. എന്നാലും എന്റെ ഭാഗത്തുനിന്ന് അതിനൊരു സെക്യൂരിറ്റിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള നിലവിൽ എല്ലാ ഗ്രൂപ്പുകളും പിരിച്ചുവിടപ്പെടും. പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് പിരിച്ചുവിടുക. അപ്പോൾ താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. മറ്റവര് ക്ലാസ്സിൽ എടുക്കുന്നവർ ക്ലാസ്സിൽ വേറെ ഗ്രൂപ്പുകൾ ഉണ്ടാവും എന്ന് അറിയിക്കുന്നു. കാരണം ചെറിയ മാറ്റം നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ അല്ലെ. ചിലപ്പോഴൊക്കെ നമ്മൾ ഓരോ സ്റ്റേജ് മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും പിടിച്ചു വെച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് തന്നെ പോകണം. ഇത് നിങ്ങൾക്കും പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ, പഴയ സുഹൃത്തുക്കൾ ഇപ്പോഴും നിങ്ങളെ അറ്റപറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വലിച്ച് താഴോട്ട് ഇടുന്നുണ്ടെങ്കിൽ ആ സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ബിസിനസ് ഗ്രൂപ്പിൽ വരുന്നവർ അതിൽ തന്നെ വന്നോളൂ കേട്ടോ. ബിസിനസ് ഗ്രൂപ്പ് ആക്റ്റീവാണ്. വളരെ ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ചു പോകുന്ന ഗ്രൂപ്പാണ് ബിസിനസ് ഗ്രൂപ്പ്. അപ്പൊ അതിനാണ് നിങ്ങൾ ഇവിടെ 1000 അടക്കണ്ടെന്നാ പറയാം. നിങ്ങൾക്ക് അവിടെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. പക്ഷെ സമയം എടുക്കും. കാരണം ഓരോ സ്റ്റെപ്പ് പഠിപ്പിച്ചാൽ പോകുന്നത്. അപ്പൊ രണ്ടും കൂടി ചെയ്യണം. നിങ്ങളൊന്നും ചെയ്താൽ മതി. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അത് ഇല്ലാത്തവരാണ് ബിസിനസ് ഗ്രൂപ്പിൽ കയറാത്തവർ ഇങ്ങോട്ട് കയറിക്കോളൂ കേട്ടോ. എനിവേ, താങ്ക് യു വെരി മച്ച്. ഇത്രയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഹംബിൾ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. യൂട്യൂബിൽ കാണുക, യൂട്യൂബിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇനിയും കൂടുതൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൂടി ചോദിക്കാം. നിങ്ങൾ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. ദയവ് ചെയ്ത് നിങ്ങളുടെ പരാതികൾ 10-15 മിനിറ്റുള്ള ഓഡിയോ ആക്കിയിട്ട് എനിക്ക് അയക്കരുത് ദയവ്. കാരണം അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണോ നിങ്ങളുടെ പരാതിയാണോ എന്ന് തിരിച്ചറിയാനുള്ള സമയം എനിക്ക് ഉണ്ടാവില്ല. എവിടെയെങ്കിലും നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ 15 മിനിറ്റിനിടയിൽ പറഞ്ഞത് കേൾക്കാൻ പറ്റില്ല. ഇന്ന് എനിക്ക് വന്നത് 36 മെസ്സേജാണ്. ഒരൊറ്റ ഒരാൾ അയച്ചത് 6 മെസ്സേജ്. 6ന്റെ ലെങ്ത്, ഓരോ മെസ്സേജിന്റെ ലെങ്ത് 12 മിനിറ്റ്, 13 മിനിറ്റ്, 15 മിനിറ്റ്. കേൾക്കാൻ നിന്ന് ഞാൻ എന്റെ ജോലി എന്തായിരിക്കും? എനിക്കും ജീവിച്ചു പോണ്ടേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. എന്നോട് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത്. ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരോടും അങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. വരൂ എന്താണ് അറിയേണ്ടത് ചോദിച്ചു പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ക്ലാസ് തുടങ്ങുമ്പോഴും ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരുന്നുണ്ട്. ക്ലാസ് അവസാനിക്കുമ്പോഴും തുടക്കം സംസാരിക്കാൻ സമയം തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉടനെ പോയിട്ട് കാരണം സ്പെഷ്യൽ ചോദിച്ചു കഴിഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ടാട്ടോ, വേറെ ഒന്നും ആഗ്രഹം ഇല്ലാത്തിട്ടല്ല അല്ലേ. നമുക്ക് ഈ കാര്യങ്ങൾ എനിക്കിവിടെ വന്ന് പറയണമെങ്കിലും കുറച്ച് കാര്യം പഠിക്കുകയും വേണം. എനിക്ക് പുസ്തകമൊക്കെ നോക്കേണ്ടി വരും. അപ്പൊ അതിന് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം. ആവശ്യമുള്ള കാര്യം ജസ്റ്റ് ഒരു 2-3 വരികൾ എഴുതി അയച്ചോളൂ. അത് നോക്കാം, നോ പ്രോബ്ലം. പക്ഷെ വലിയ ലെങ്ത്തിൽ പറയരുത് എന്നുള്ള റിക്വസ്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ ജോയിൻ ചെയ്തു. എല്ലാവർക്കും ഞാൻ പേരെടുത്ത് വിളിച്ചു പറയുന്നില്ല. ഓരോ ആളും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇനിയും ജോയിൻ ചെയ്യുക. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. ഇത്രയും മതി. നാളെ ഒരു ദിവസം അടിപൊളി. നിങ്ങളെല്ലാം എന്താ പറയുക, ന്യൂ ഇയർ സെലിബ്രേഷൻ ആണെങ്കിൽ നാളെ ക്ലാസ് വെക്കുന്നില്ല. അല്ല, നിങ്ങളെല്ലാം വീട്ടിലുണ്ടെങ്കിൽ ക്ലാസ് വെക്കാം. അതുപോലെ നേരത്തെ പറയാൻ പറ്റും, മക്കൾക്കുള്ള ക്ലാസ് 1-ാം തീയതി തന്നെ തുടങ്ങും. ഇപ്പൊ തന്നെ 75ഓളം 80ഓളം മക്കൾ വന്നിട്ടുണ്ട്. അവരെയും കൊണ്ട് ഞാൻ 1-ാം തീയതി ഒരു പരിപാടി കണ്ടിട്ടാ. ഞാനൊരു 10-25 വയസ്സ് കുറക്കാനുള്ള പരിപാടി ഒറ്റ ദിവസം കൊണ്ട്. എന്താ രസമായിരിക്കും അവരുടെ കൂടെ അല്ലേ. ഓക്കെ, അവർക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ജോയിൻ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബാക്കി ആർക്കും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. രഞ്ജൻ സാർ പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സാർ. സാർ, ഒരു സംശയം എന്ന് വെച്ചാല് ഗോൾ സെറ്റിങ്, അപ്പോ ഈ വിഷൻ ബോർഡ് തയ്യാറാക്കിയ ഇപ്പോഴും ചിലവരൊക്കെ പൂർത്തിയാകാത്തവരുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഗോൾ സെറ്റിംഗ് ആയിട്ട് അത് കണക്ട് ചെയ്ത് ആയിക്കൂടെ എന്ന് ഒരു സംശയം. ഇല്ല, വിഷൻ ബോർഡ് ക്ലാസ് ഓൾറെഡി ഇന്നത്തെ നാളത്തെ കഴിഞ്ഞാൽ കഴിയും. അവിടെ വിഷൻ ബോർഡ് ക്ലാസ് 1ഉം 2ഉം ഓൾറെഡി കഴിഞ്ഞു. നാളത്തെ കൂടി കഴിയുമ്പോൾ അവരും കഴിയും. പിന്നെ അവർക്ക് ഗോൾ സെറ്റിംഗ് വേണ്ട. അവർക്ക് ഞാൻ ഗോൾ സെറ്റിംഗ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തില്ലേ സാറ്? വിഷൻ ബോർഡിലില്ലേ? ഞാൻ വിഷൻ ബോർഡിലുണ്ടായിരുന്നു. സാർ ഗോൾ സെറ്റ് ചെയ്തില്ലേ? ഇല്ലേ, എന്റെ നെഞ്ചി തല്ലത്. ഞാൻ നിങ്ങളെ സെറ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് ഇപ്പൊ ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്തില്ലാന്ന് പറഞ്ഞേക്കല്ലേ. നാണക്കേടല്ലേ. കുട്ടികൾക്ക് ഫീസ് ഇല്ല. കുട്ടികൾക്ക് ക്ലാസ് ഫ്രീ ആണ്. ഇപ്പൊ ഫീസൊന്നുമില്ല. വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സമയത്ത് നോക്കാം. ഇപ്പോഴില്ല.
വേറെ ആർക്കെന്തെങ്കിലും പറയണ്ടോ? ഗോൾഡ് സെറ്റിംഗ് ചെറിയ പെട്ടെന്നൊന്ന് പറയാവോ? എന്താണ് ഗോൾ സെറ്റിംഗ് എന്നാന്ന് പെട്ടെന്നൊന്ന്? ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് കാര്യം, നമുക്ക് ജീവിതത്തിൽ, നേരത്തെ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ഇത് അവിടെ ഇവിടെയായി ചിതറിക്കിടക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെ, നിങ്ങൾക്ക് ചിലപ്പോൾ വീട് ഉണ്ടാവാം. വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോൾ വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഏത് ഡേറ്റാന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടാവില്ല. ഇനി ആ വീട്ടിൽ എന്തൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? ആ വീടിന്റെ ഷേപ്പ് എന്താണെന്ന് ആഗ്രഹമുണ്ടോ? ആ വീടിനെ പറ്റിയിട്ട് ഏത് സ്ഥലത്തായിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഇത് മൊത്തമായി സെറ്റ് ചെയ്യുന്ന പ്രക്രിയക്കാണ്, എഴുതി വെക്കുന്ന പ്രക്രിയക്കാണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ജോലിയുടെ കാര്യത്തിൽ എടുക്കാം. എല്ലാവർക്കും ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ജോലി വേണം. ആർക്കാ ജോലി വേണമെന്നതിന്റെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്ത് ജോലി വേണം, എവിടെ വേണം, എത്ര കാശ് ശമ്പളം കിട്ടണം, ആ ഓഫീസിലെ എൻവയറമെന്റ് എങ്ങനെയായിരിക്കണം, ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ആഗ്രഹം അതിനൊന്ന് നമുക്കൊന്ന് അകത്തുനിന്ന് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതല്ലേ യഥാർത്ഥത്തിൽ, ഇതില്ലാത്തതല്ലേ യഥാർത്ഥത്തിൽ അത് ലഭിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം. കാരണം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കട്ടെ, മാനിഫെസ്റ്റേഷൻ പഠിക്കട്ടെ, മറ്റെന്ത് ടെക്നിക്കൽ പഠിക്കട്ടെ, ഇത് പഠിപ്പിക്കുന്നതിന്, അത് ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റി കൃത്യമായ ഒരു ബോധമില്ലാതിരുന്നാൽ ഇത് ലഭിക്കുമോ? ഒരു തത്വവും ഫലിക്കില്ല. ഇതിനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ടെക്നിക്കൽ ഉപയോഗിച്ചാൽ സാധ്യമാകും. ഇതാണ് ലോക തത്വം. ഇതാണ് ഇതിന്റെ ന്യൂറോ സയൻസും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട. ക്ലിയർ? ഒരു ഐഡിയ കിട്ടിയോ തൽക്കാലം? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി ആർക്കൊന്നുമില്ലല്ലോ പറയാനായിട്ട്? പിരിയാം. ഹലോ സർ, 1 minute സർ. യെസ്, ഞാൻ സജീവ്. അപ്പൊ സാർ ഇപ്പൊ 1-ാം തീയതി ഇപ്പൊ എങ്ങനെയാ, ഇപ്പൊ നമ്മള് സാറ് എങ്ങനെയാണ് 1-ാം തീയതി ഇപ്പോ സാറിന്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ, എന്താണ് ഏത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത്, അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ എന്നാണ്? സാർ ഓൾറെഡി നമ്മൾ മെമ്പർഷിപ്പിൽ വന്നു കഴിഞ്ഞു. സാറിന് ഇനി ഒരു കോഴ്സും ജോയിൻ ചെയ്യേണ്ട, എല്ലാ കോഴ്സിലും സാർ ഉണ്ടാവും. നമ്മുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ഞാൻ എടുക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ നടത്തുന്ന എല്ലാ ക്ലാസ്സിലും നിങ്ങൾ ഇൻവോൾവ് ആണ്. അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ, ഏതൊക്കെ ക്ലാസ്സുകൾ വരുന്നോ അതിലെല്ലാം നിങ്ങൾ ഫ്രീ എൻട്രി ആണ്. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഒരു പ്രാവശ്യം ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. സാറിപ്പോ ഓൾറെഡി 1-ാം തീയതി മുതൽ നമ്മൾ മെമ്പർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. സാർ ആദ്യം തന്നെ നമ്മൾ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിൽ സാർ എൻട്രി ചെയ്യും. പക്ഷെ ഞാൻ ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി. സാർ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, അത് സെറ്റ് ചെയ്ത് പോയി. ഇങ്ങനെ പുതിയ ഏത് ക്ലാസ് വരുന്നോ അതൊക്കെ സാർ എൻട്രി ചെയ്യിക്കൊള്ളുക, പഠിച്ചോളുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്തോളാം. ഇതാണ് മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാരുടെ പ്രത്യേകത. ഒരു വർഷത്തേക്ക് എല്ലാ കോഴ്സിലും, ഏത് കോഴ്സ് എടുത്താലും, അത് എത്ര വാല്യുള്ള കോഴ്സായാലും അതിലെല്ലാം നിങ്ങൾ ഉണ്ടാവും. കാരണം അതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങളെ മെന്റർഷിപ്പ് ബിസിനസ് ആയതുകൊണ്ട് മൈൻഡും പഠിക്കണം, ബിസിനസ്സും പഠിക്കണം. എന്റെ പേഴ്സണൽ മെന്റർഷിപ്പ് ഉള്ളവർക്ക് ബിസിനസ് പഠിക്കണ്ട, ബിസിനസ് ഉള്ളവർക്ക് രണ്ടും പഠിക്കണം. അത് വേറെയാണ്, അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് അല്ല സാറേ, ഇത് പഠിച്ചാലേ എനിക്ക് നിങ്ങൾ അവിടെ കണ്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മൊത്തം ടൈം എടുക്കൂലേ? അല്ലപ്പോ ഞാൻ സാറിനോട് ചോദിക്കുന്നത്, ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാത്തിലും നമ്മള് എങ്ങനെയാണ് ഒരു ദിവസം നമ്മള് സാറിന്റെ എല്ലാത്തിലും നമ്മള് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ? സാർ അങ്ങനെയല്ല പറഞ്ഞത്. സാറിന് ഒരു ദിവസം 10-15 കോഴ്സൊന്നും ഇല്ലല്ലോ, 1-2 ഉണ്ടാവുള്ളൂ. അത് 1 പ്രാവശ്യം കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വേണ്ടല്ലോ. അത് വേണ്ട, അത് ശരിയാണ്. അത് കഴിഞ്ഞില്ലേ, പിന്നെ നമ്മളിങ്ങനെ പ്രോസസ് പോയിക്കോളൂ. നിങ്ങൾക്കൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. പിന്നെ നിങ്ങൾ അതിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അതിൽ തന്നെ ഇപ്പൊ സാറിന്റെ ബിസിനസ്, അതുപോലെ തന്നെ 20 കുറെ ഇതുണ്ടല്ലോ, അതിൽ ഏതിലൊക്കെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സാറ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. നിങ്ങൾ തുടങ്ങിയില്ലല്ലോ. അല്ല, സാറിന് എന്നാ സൗകര്യം അതിനെ കുറിച്ച് എന്നുള്ളത് നമുക്കൊന്ന് സാറിന്റെ സൗകര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ. അല്ലല്ല, അത് സാറ് നമ്മൾ തമ്മിൽ 1-to-1 എല്ലാ ദിവസവും ഒരാഴ്ചയിൽ പ്രാവശ്യം ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം കാര്യങ്ങൾ. നിങ്ങൾ ഡോണ്ട് വറി. ശരി. അതൊന്നും നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട. ഞാൻ പറയും, സാർ ഇതൊന്ന് പഠിച്ചോ, ഇത് മനസ്സിലാക്കിയെന്നുണ്ട് മനസ്സിലാക്കിയാൽ മതി. അത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവ് വേണം, അതിനെപ്പറ്റിയേ പറയൂ. ശരി. എല്ലാം എല്ലാവർക്കും വേണ്ടല്ലോ. നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതിയല്ലോ.
ആവശ്യമുള്ളത് മതിയല്ലോ. അത് അതാണ് അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യമാണ്, എവരിബഡി ലിസൺ ദാറ്റ് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതാണ് എടുക്കേണ്ടത്. അതാണ് വേണ്ടത്. അത് എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഗോൾ സെറ്റിംഗ് ആവശ്യമാണ് എടുക്കുക, നിങ്ങൾക്ക് വിഷൻ ബോർഡ് ആവശ്യമാണ് എടുക്കുക, നിങ്ങൾക്ക്. പക്ഷെ എനിക്കിത് വെറുതെ കൊടുക്കുമ്പോൾ പബ്ലിക്കിന് ആർക്കൊക്കെ വേണം അവർക്ക് എടുക്കാനല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ സാധാരണ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള ആൾക്കാരാണല്ലോ. അത് ശരിയാണ്. പലർക്കും പല കോഴ്സാവും വേണ്ടത്. അതെ, അപ്പൊ അതിനനുസരിച്ച് എടുത്താൽ മതി. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ശരി സാർ. ഒരു സംശയം സാറേ, ഞാൻ സുജാത. ഒരു സംശയം സാറേ, ഞാൻ ഗോൾ സെറ്റിങ്ങിന് ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്, ബിസിനസ്സിനും ജോയിൻ ചെയ്തിട്ടുണ്ട്, ക്യാഷ് അടച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. വണ്ടർഫുൾ. മെഡിറ്റേഷൻ അത് നിങ്ങൾക്ക് വിഷൻ ബോർഡ് ഒക്കെ നല്ല കാര്യം. നമുക്ക് പഠിക്കാനുള്ളതാണല്ലോ അത്. വിഷൻ, നിങ്ങൾ ബിസിനസ് ആണോ ചെയ്യുന്നത്? ഹലോ സുജാത, ഞാനിപ്പം റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട്. നേരത്തെ സംസാരിച്ചത് ഞാൻ റിട്ടയർഡ് ആയി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പിന്നെ ഇത് ഓർഗാനിക് വളങ്ങളുടെ ബിസിനസ്, ഞാൻ സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്, അതുകൊണ്ട് വളങ്ങളുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഷോപ്പുണ്ട്. ഓർഗാനിക് നല്ലതാണ്. സയൻസ് അപ്പൊ ബയോളജി ആണോ? ബയോളജി. അപ്പൊ ഞാനത് ആ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് അറിയില്ല. ഞാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 9 മാസമായിട്ടുള്ളൂ. കുറെ പാളിച്ചകൾ വന്നു. കാരണം സയൻസിനോടുള്ള കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ചേർന്നിട്ടാകുമ്പോ ഇപ്പൊ കുറെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കി സാറിന് കയറിയതാണ്. സ്കില്ല് വേറെയാണ്, നോളജ് വേറെയാണ് മാം. രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് നോളജ് ഉണ്ടാവും, സ്കില്ല് ഉണ്ടാവില്ല. സ്കില്ല് വേറെയാണ്, നോളജ് വേറെ. ഓക്കെ, നോ പ്രോബ്ലം. ശരിയാക്കാം, നമുക്ക് ശരിയാക്കാം. വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ചെയ്തു. ആക്റ്റീവ് ആയിരിക്കണം, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. അത് നമ്മുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്നു. ശരി. കാരണം മക്കളും ഇല്ല, മിസ്റ്ററും അടുത്തില്ല, പിന്നെ വീട്ടിൽ ചടഞ്ഞിരിക്കാൻ ഒരു ടീച്ചർ ആയതുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് പിന്നെ ഇനി ഇരിക്കാനുള്ള ഒരു ആവുമല്ലോ എന്ന് കരുതി തുടങ്ങി. പക്ഷെ ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും പുറകോട്ട് പോകുന്നില്ല, മുമ്പോട്ട് തന്നെ. വൈകിട്ടാകുമ്പോ ഇവിടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കോളും. ഞാനിപ്പോ 6 മണിയായപ്പോഴോ, ഇന്നിപ്പോ ലാസ്റ്റ് അല്ലേ ഇയർ എന്റെ കണക്കൊക്കെ തീർത്തിട്ട് ഇപ്പൊ വന്നു. വൈകിട്ട് വേഗം കയറി. സംസാരിച്ച കവിത. ഞാൻ 1-ാം തീയതി എനിക്കൊരു സെലിബ്രേഷൻ ഉണ്ട് എറണാകുളത്ത് സിയാലിൽ വെച്ചിട്ടേ. അപ്പൊ അവിടുന്ന് പോരുമ്പോ ഏകദേശം 10 മണിയാവും. അപ്പൊ ഞാൻ ബിസിനസ് പരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇന്റർനാഷണലിന്റെ കമ്പനിയുടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സെലിബ്രേഷൻ ആണ്. എന്താ വർക്ക്? ജസ്റ്റ് പെയ്ഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. ജസ്റ്റ് പെയ്ഡ് അതിന്റെ ഇപ്പൊ തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടുള്ള 5-ാം വാർഷികമാണ്. അപ്പൊ അതിനോട് സംബന്ധിച്ച് ന്യൂ ഇയർ പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് 9-10 മണിയാവും അവിടുന്ന് പോരുമ്പോ. അപ്പൊ എനിക്ക് എങ്ങനെയാണ് ആ ക്ലാസ്സിൽ 1-ാം തീയതി ക്ലാസ് ഉണ്ടെങ്കിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. എന്താ പറയാ, ഞാനിപ്പോ മറുപടി ഇല്ലല്ലോ. അതല്ല, 1-ാം തീയതി മാത്രമല്ല ക്ലാസ്. 1, 2, 3, 4 അങ്ങനെ ദിവസങ്ങൾ പോകും. നിങ്ങളെ ഓരോ എനിക്കും ചോദിക്കാനല്ലേ? അതെ, ഒറ്റ ദിവസം അല്ല ക്ലാസ്. ഒരു ദിവസം കൊണ്ട് തീരില്ല, 3-4 ദിവസം കൊണ്ട്. നിങ്ങൾ എത്ര പേര് പങ്കെടുത്ത് അത്ര പേര് എഴുതി തയ്യാറാവുന്നവരെ ഞാൻ ആ ക്ലാസ് കണ്ടിന്യൂ. അത് അത്രയും നിർബന്ധം പിടിച്ച് ഞാൻ ചെയ്യും. നിങ്ങൾ ഒരാളെയും പിടിച്ചിട്ട് എഴുതിയോ നോക്കി എഴുതിച്ചിട്ട് വായിപ്പിച്ച് മാത്രമേ വിടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. 1-ാം തീയതി 2-ാം തീയതി ചെയ്യാം, 3-ാം തീയതി റെക്കോർഡിംഗ് വ്യത്യാസം കേട്ടാൽ മതിയല്ലോ. എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാം. 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി ഉണ്ടാവും, സമയമുണ്ടാവും. നിങ്ങൾ ധൃതി കൂട്ടണ്ട. നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്തോളൂ. സമയം നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ബാച്ചുകൾ വരുന്നത് റെഡിയാക്കി എടുക്കാം. നോ പ്രോബ്ലം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും, പ്രധാനം. കുഞ്ഞുമക്കളുടെ ക്ലാസ് വൈകിട്ടാണ്. പിള്ളേർ അവരെയാണ് സമയം ഒന്ന് സെറ്റ് ചെയ്യട്ടെ, നോക്കട്ടെ. മക്കൾ അതിനെപ്പറ്റി തീരുമാനിക്കുന്നത് ഞാനല്ല. നമുക്ക് ന്യൂ ജൻ അഡ്മിൻ ടീമുകളൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ടൈമൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ചിലപ്പോ അവിടെ പോയി ശരിയാക്കാം. ഇവിടെ ഒരാൾ ഇപ്പൊ തന്നെ തുടങ്ങി ചിരി ക്ലാസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. ക്ലാസ് എവിടെ ക്ലാസ്സിൽ പോയിട്ട് അവിടെ വലിയ കാര്യം പഠിപ്പിക്കാനൊന്നുമില്ല. നീ അതൊന്നും പോയിക്കണ്ട, നിങ്ങൾ കയറി വാ, നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് നോക്കാലോ 1-ാം ക്ലാസ്. ബാക്കിയൊക്കെ നോക്കാം.
എന്താ ഈ ലൈഫിൽ കുറെ അവിടെ നിങ്ങൾക്ക് ലക്ഷ്യം എഴുതിക്കാനോ നിങ്ങളെ ഇമ്പോസിഷൻ പഠിപ്പിക്കാനൊന്നും പോകണില്ല. സാറിനൊരു കൂട്ട് വേണം, അതുകൊണ്ട് നിങ്ങളൊക്കെ വിളിക്കണം. നമുക്ക് ഈ ഇവരെ കൂടെ ഈ വയസ്സായ ആളുടെ കൂടെ കൂടിയാൽ നമുക്ക് സൗന്ദര്യം കുറഞ്ഞു പോകുന്നേ, അതുകൊണ്ടുള്ള പരിപാടിയാണ്. ഓക്കെ, ശരി എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഞാൻ ചോദിക്കുന്നത് സാർ, ഫസ്റ്റ് എന്റെ സമയം ഓഫീസ് ടൈം 9:30 വരെ രാത്രിയില്. അപ്പൊ ഞാൻ എങ്ങനെ ജോയിൻ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ചോദ്യം. ഓഫീസിൽ നിന്ന് രാജിവെച്ചോളൂ. അയ്യോ, പിന്നെ എങ്ങനെ വീട് നോക്കും? മോനെങ്ങനെ പഠിപ്പിക്കും? അല്ല, ഇപ്പൊ ഞാൻ ഓഫീസ് സമയം 9:30 മണിയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ നേരത്തെ മറുപടി പറഞ്ഞില്ല. ഒന്നിക്കൽ നിങ്ങൾ എളുപ്പ വഴി എന്താ അറിയോ? സിമ്പിൾ പരിപാടിയാണ്. സിമ്പിൾ ആയിട്ട് ഞാൻ മെത്തേഡ് പറഞ്ഞുതരാം. സിമ്പിൾ ആണ്. നിങ്ങൾ ഇന്ന് മുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നിങ്ങൾ 8:30 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് മാനിഫെസ്റ്റേഷൻ നടത്തുക. എളുപ്പമാണ്. 2 ദിവസം 1 to 1 ഞാൻ സിമ്പിൾ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2-3 ദിവസമല്ലേ ഇറങ്ങേണ്ടുള്ളൂ. അതല്ല സാർ, ആക്ച്വലി എന്റെ സമയം 7 വരെയാണ്. പക്ഷെങ്കിൽ ഞാൻ 9:30 വരെ ഇരിക്കുന്ന അവിടെ മസ്റ്റാ. അല്ല, ഇപ്പൊ എന്താണ് ആവശ്യം സുജാത? ശരീരക്ക് എന്താണ് ആവശ്യം? ടൈം മാറ്റണോ? അല്ല, ആവശ്യം ഇങ്ങനെയാണ്. ഒന്നിക്കൽ സാറിന്റെ കോഴ്സിന്റെ ടൈം മാറ്റണം, അല്ലെങ്കിൽ സുജാതയുടെ ഓഫീസിലെ സമയം മാറ്റണം, ഇതല്ലെങ്കിൽ ശൈലജ ക്ലാസ്സിൽ വരാതിരിക്കണം. 3 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നിക്കൽ ഞാൻ ക്ലാസ്സിന്റെ ടൈം മാറ്റുക, അല്ലെങ്കിൽ സുജാതയുടെ ഓഫീസിലെ സമയം ശൈലജയുടെ ഓഫീസ് ടൈം മാറ്റുക. ഓക്കെ, ശരി, എന്തായാലും ശരി, മാഡത്തിന്റെ ടൈം മാറ്റുക. ഇല്ലെങ്കിൽ 3ാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലാസ്സിൽ വരാതിരിക്കുക. 3 വഴികളേ ഉള്ളൂ, നമുക്ക് തിരഞ്ഞെടുക്കാം. ഏതാ വേണ്ടത്? എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം. 1-2 മാസമായിട്ട് സാർ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ശൈലജ, ലളിതമാണ്. പറഞ്ഞിട്ട് ലളിതമാണ്. നിങ്ങൾ ഏത് കാര്യം എടുക്കുമ്പോഴും ഇപ്പോൾ ചിന്തിക്കുന്ന പോലെ അല്ല ചിന്തിക്കേണ്ടത്. ഈ തോട്ട്സിനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിപ്പിടിക്കുക. എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ 9 മണിക്ക് പങ്കെടുക്കണം എങ്കിൽ 8:30 മണിക്ക് എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റണം. 8:30 മണിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ബോസ് വിളിച്ചിട്ട് നിങ്ങളോട് പറയും നിങ്ങൾ ഒന്ന് ഓഫീസിൽ നിന്ന് പോയ പണിയില്ല കഴിഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയാണ് മാനിഫെസ്റ്റേഷന്റെ പവർ. ഇത് സംഭവിക്കും. ഇങ്ങനെയേ സംഭവിക്കുള്ളൂ. യാതൊരു തർക്കവും. അതിനൊന്ന് നിന്നാൽ മതി കേട്ടോ. സോ ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. സാറേ, എനിക്കൊരു കാര്യം പറയാം. നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. സെക്കൻഡ് പോയിന്റ് ഇതാണ്, എന്റെ സാലറി കിട്ടുന്നത് 5-നും 10-നും ഇടയ്ക്കാണ്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് 5-ാം തീയതി ഞാൻ ജോയിൻ ചെയ്യാൻ പറ്റുമോ? അതോ ഇല്ല, അതിന് മുന്നേ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല? ഇല്ല, ജോയിൻ ചെയ്യാം. പിന്നെ ഇല്ല, രണ്ടാമത്തെ ബാച്ച് വരുമ്പോ എനിക്കറിയില്ല. ഇപ്പോഴത്തെ ബാച്ചിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ബാച്ചിനെ പറ്റി എനിക്കറിയില്ല. നാളെ തന്നെ ജോയിൻ ചെയ്യണം. ഇറ്റ്സ് മസ്റ്റ്. ഓക്കെ, ഐ വിൽ ട്രൈ. ക്ലാസ് 7 മണി മറ്റോ 8 മണി വിഷൻ ബോർഡ് ക്ലാസ് ഉണ്ട്. എന്നാൽ ഓക്കെ, ശരിയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ.